ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫൈസൽ CA, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന വിശേഷിച്ചും സവിശേഷമായിട്ട് തെറാപ്പികളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ഒരു ഫ്രീ വെബിനാറിലാണ് നമ്മളുള്ളത്. ഓരോ ആഴ്ചയും വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഒപ്പം നമ്മളോട് പ്രസന്റ് ചെയ്യുന്ന സാറോടെ പ്രസന്റ് ചെയ്യുന്ന PPTകൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിലൂടെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അറിവുകൾ സമാഹരിക്കുക, അതേപോലെ തന്നെ നമ്മളുടെ കഴിവുകളിൽ നമ്മൾ കുറച്ചുകൂടി സ്കിൽഡ് ആവുക, നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന ഏതൊരാൾക്കും കൂടുതൽ മനോഹരമായിട്ട് അവരിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ഒരു മോട്ടോയാണ് നമ്മൾ ഈ രീതിയിൽ കൃത്യമായിട്ട് ഓരോ ആഴ്ചകളിലും അതല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും എന്ന പോലെ തന്നെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ നിങ്ങളുമായിട്ട് സംവദിക്കുകയും സഹകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ വളരെ സന്തോഷം നിറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ട്രോമ ഫോക്കസ്ഡ് തെറാപ്പിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടി തയ്യാറായി, അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി PPT ഒക്കെ തയ്യാറാക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന നിസാബ് സാർ ആണ് ഇന്നും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ CBTയും അതേപോലെ തന്നെ DBT, ഫാമിലി തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി തുടങ്ങിയിട്ടുള്ള വിംബിൾ അക്കാദമിയിലെ സവിശേഷമായിട്ടുള്ള കോഴ്സുകളൊക്കെ ലീഡ് ചെയ്യുന്നത് നിസാബ് സാറാണ്. സാറ് കോഴിക്കോടാണ് സ്വദേശം, അതേപോലെ തന്നെ ഇപ്പോൾ അബുദാബിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റും റെമഡിയൽ ട്രെയിനറുമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഇന്നത്തെ ട്രോമ ഫോക്കസ്ഡ് തെറാപ്പി എന്താണ്, അങ്ങനെയുള്ള ട്രോമയുള്ള ആളുകളെ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, അവരെങ്ങനെ അസസ് ചെയ്യും, അവർക്ക് ഉപയോഗിക്കാവുന്ന തെറാപ്പി സ്ട്രാറ്റജീസ് ഒക്കെ എന്തായിരിക്കും എന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ അതിൻ്റെ PPTയും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഇന്ന് ഈ ഒരു വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മളുടെ CBTയുടെ 6ാമത്തെ ബാച്ച് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും വിംബിൾ അക്കാദമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന CBTയുടെ അടുത്ത ഒരു ബാച്ച്, 6ാമത്തെ ബാച്ച് നമ്മൾ ഡിസംബർ 1-ാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ താല്പര്യപ്പെടുന്നവരൊക്കെ, ഇതിൽ ഏകദേശം കുറെ ആളുകളൊക്കെ CBT ചെയ്തവരായിരിക്കും, CBT സ്റ്റുഡൻസ് ആയിരിക്കും, CBT ലേണേഴ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതേപോലെ തന്നെ നാളെ മുതൽ പ്ലേ തെറാപ്പിയുടെ ഒരു 4 days വർക്ക്ഷോപ്പ് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നിസാബ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഹലോ, താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഗുഡ് ഈവനിങ് സർ, സുഖമായിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ആനുകാലികമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതാണ് ഈ ഒരു നമ്മൾക്കിപ്പോൾ അടുത്ത കാലത്ത് ഒരു 3-4 കേസും ഇതുപോലുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് കൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്ത് എങ്ങനെയാണ് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലയന്റുമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇടപഴകുക, അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള ചില ഒരു തെറാപ്യൂട്ടിക് മെത്തേഡുമായിട്ട് ഞാൻ കുറെ ഒരാഴ്ചയായിട്ട് അതിന്റെ പിന്നിലായതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം എന്നെ ഇവിടെ മൊത്തത്തിൽ ഒരു അവയർനെസ് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ പിന്നീട് എത്തിയിട്ടുണ്ടായിരുന്നത്. എനിവേ, നമുക്ക് ഈ ഒരു വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, കാരണം നമ്മുടെ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ആളുകളിൽ ഈ ട്രോമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇപ്പോഴും ഒരു പണ്ടെങ്ങാനും ചെറുപ്പത്തിലൊക്കെ സംഭവിച്ചു പോയ ഒരു ട്രോമ കാരണം ഇപ്പോഴും അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്താണ് ഒരു ട്രോമാറ്റിക് അല്ലെങ്കിൽ TF അല്ലെങ്കിൽ ട്രോമ ഫോക്കസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി? പലർക്കും നമ്മുടെ ക്ലാസ്സിൽ ഈ വിംബിൾ അക്കാദമിയിലെ ആളുകൾ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു,
എങ്ങനെയാണ് കുട്ടികളിൽ CBT അപ്ലിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളത്. അത് വളരെ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. CBT എന്താണ് ആദ്യം പഠിക്കണം, പിന്നെ കുട്ടികളിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു 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 അവയർനെസ് തന്നു എന്ന് മാത്രം. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രോമ ഫോക്കസ് തെറാപ്പി എന്ന് പറയുന്നത്? ഇതിന് ഷോർട്ട് ടേം ആയിട്ട് TF-CBT എന്നാണ്. ട്രോമ ഫോക്കസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും. ഇതിനെപ്പറ്റി പൊതുവെ എന്താണ്, അങ്ങനെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ ട്രോമ ബേസ് വെച്ച് തന്നെ ഫോക്കസ് ആയിട്ട് കുട്ടികളിലൊന്നും കൗൺസിലിങ്ങിനോ ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ പോവാറില്ല. ഇനി പോയാൽ തന്നെ വളരെയധികം റിസ്ക് ആണ്. ഇനിയിപ്പോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പ്രത്യേക റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോ എന്താണ് ഈ ഒരു ട്രോമ ഫോക്കസ് തെറാപ്പി? അതിന്റെ ചെറിയൊരു ഡെഫിനിഷൻ പറയാം. എല്ലാവർക്കും അറിയാം, മുമ്പെങ്ങാനും സംഭവിച്ചിട്ടുണ്ടായിരുന്ന ചിലപ്പോ ഒരു ആഘാതം, അങ്ങനെ അല്ലെങ്കിൽ പറയാം ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്, ഇതിൽ നിന്നൊക്കെയുള്ള ചില അനുഭവങ്ങളിലൂടെ ഒരാളുടെ മനസ്സിൽ വൈകാരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതങ്ങളുണ്ട്. അത് പിന്നീട് ലൈഫിലേക്ക് ബാധിക്കുക എന്നതാണ്. ഇത് വളരെ രീതിയിൽ ആളുകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു ഏരിയയാണ്. കാരണം മുമ്പ് ചെറുപ്പത്തിൽ ചിലപ്പോ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ്, അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ട് വീട്ടിൽ നിന്നുള്ള ഉപദ്രവം, അല്ലെ മറ്റുള്ള കുട്ടികളിൽ നിന്നുള്ള ഉപദ്രവം, അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു ഉപദ്രവം, ഇതൊക്കെ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു റീസൺ ആണ്, പല കാരണങ്ങൾ കൊണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഇതിനെപ്പറ്റി എന്തിനാണ് ഒരു CBT നമ്മൾ ഇത് കൊടുക്കുന്നത്, TF-CBT എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അതപ്പോ ഏതെങ്കിലും ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പ്രത്യേകമായിട്ട് ആഘാതം മനസ്സിലേൽക്കുകയോ അല്ലെ ശാരീരികമായിട്ട് ഏൽപ്പിക്കുകയോ അതുമൂലം ഉണ്ടാവുന്ന, ഉദാഹരണം പറയുകയാണെങ്കിൽ PTSD, അതുപോലെ തന്നെ ഹൈ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ, അതുപോലെ തന്നെ ഫിസിക്കലി ആയിട്ടുള്ള മറ്റ് രോഗങ്ങൾ, ഇതൊക്കെ ഈ TF-CBT കൊണ്ട് നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ TF-CBTയുടെ കൂടെ മാത്രം ഫോക്കസ് ചെയ്ത കാര്യമില്ല. അതിന്റെ കൂടെ നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് ചൈൽഡ് സെന്റർ തെറാപ്പി കുട്ടികളിലാണെങ്കിൽ കൊടുക്കണം, പ്ലേ തെറാപ്പി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുമായിട്ട് ട്രീറ്റ്മെന്റ് ഉള്ള മറ്റുള്ള DBT, അതുപോലത്തെ CBT മെയിൻ തിങ്സുകൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ച് TF-CBTയുടെ കൂടെ ആഡ് ചെയ്തിട്ട് മാത്രമേ ഒരു ട്രീറ്റ്മെന്റ് ലെവലിലേക്ക് നമുക്ക് പോകാം. പ്രത്യേകിച്ച് ഈ കുട്ടികൾ നമുക്ക് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു CBT ആണ് TF-CBT എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ പ്രത്യേകമായിട്ട് ഇതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫാക്റ്റുകളുണ്ട്. അപ്പോ ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും മുമ്പെങ്ങാനും സംഭവിച്ചിട്ടുള്ള, അതായത് പലതരത്തിലും, ചിലപ്പോ ഈ ഒരു ഫോട്ടോയിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഒരു വൈഫും ഭർത്താവും അവിടുന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്, ഈ കുട്ടിക്ക് അത് സഹിക്കാൻ പറ്റാവുന്ന അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ട്രോമ. അത് കാരണം കുട്ടിക്ക് ലൈഫ് പഠനത്തിൽ മോശമാണ്, മറ്റുള്ള ദൈനംദിന ജീവിതത്തിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളും ബാക്കപ്പ് നടത്തുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ കുട്ടിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു ട്രോമയാണ്. അതേ സംബന്ധിച്ച് കുട്ടിക്ക് ചെറുപ്പകാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, സൈലന്റ് ആയിട്ട് ലൈഫിലേക്ക് അങ്ങനെ മുന്നോട്ട് പറന്ന് നടക്കുന്ന സമയത്ത്, ഒരു അഡോളസെന്റ് ഏജിൽ എത്തുന്ന സമയത്ത് ഒരു +2 ഉദാഹരണം പറയാം, ഒരു +2 എക്സാമിനേഷൻ വന്നു. ആ സിറ്റുവേഷൻ സമയത്ത് കുട്ടി ഏതെങ്കിലും ഒരു പേപ്പറിന് പോയിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിന് പോയത് കുട്ടി ഒരു ട്രോമാറ്റിക് സ്ഥിതിയിൽ പോവാണ്. പക്ഷെ ബിഹൈൻഡ് ആയിട്ട് കിടക്കുന്നത്, ചെറുപ്പത്തിൽ ഈ പിക്ചറിൽ കാണുന്ന സിറ്റുവേഷൻ കുട്ടിയുടെ മനസ്സിലുണ്ട്. അത് കണ്ടാണ് കുട്ടി സൈലന്റ് ആയിട്ട് ഒരു പ്രശ്നങ്ങളും അതിനെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ട്, പക്ഷെ അതൊരു എക്സ്പ്ലോർ ചെയ്യാൻ, അതായത് മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്തൊരു കാരണം കൊണ്ട് തന്നെ കുട്ടി അത് ഒരു മ്യൂട്ടിസം എന്നൊക്കെ പറയാം, സൈലന്റ് ആയി ലൈഫിലോട് 10-15 വർഷം കൊണ്ട്. പക്ഷെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് കുട്ടിയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു. ആ സമയത്ത് മുമ്പുള്ള അഡോളസൻസ് സംഭവിച്ചിട്ടില്ല. ഇനി വിവാഹ ജീവിതത്തിലേക്ക് വന്നു എങ്കിൽ വിചാരിക്കുക, എന്തെങ്കിലും ചെറിയൊരു ഇൻസിഡന്റ് ആവുന്ന, ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡോ ടോക്സിക് ആയിട്ടൊരു ഒരു വൈഫൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ഫാമിലി ലൈഫിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷെ ഈ ട്രോമ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഇവിടെ ചെറുപ്പകാലത്ത് നിന്നുള്ള ചൈൽഡ് ട്രോമയാണ്. ഇതേപോലെ തന്നെ പലതരത്തിലും, അതേപോലെ ഒരു ആക്സിഡന്റ് കാണുക, എപ്പോഴെങ്കിലും
ഒരു ആക്സിഡന്റ് കണ്ടിട്ട് അതിൽ നിന്നും ചില കുട്ടിക്ക് എന്താണ് ഒരു പ്രശ്നങ്ങൾ വരികയാണ്, അതൊരു ട്രോമയാവാം. അതേപോലെ തന്നെ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ട ഒരാള് നമ്മുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയി അകന്നു പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതും വളരെ രീതിയിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കൊക്കെ എന്തെങ്കിലും പിന്നെ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ചില കുട്ടികളെ നമുക്ക് മറ്റുള്ള സ്കൂളിൽ മാറ്റി പിന്നെ പഠിപ്പിക്കേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള അത് സാധ്യതകൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനത്തെ സാഹചര്യം. അവസാനം പറഞ്ഞതൊക്കെ മറ്റുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷെ ഇതിന് പ്രധാനമായിട്ടൊരു സെഷൻ എന്ന് ഒരു ഒരു പിന്നെ ഈ ഒരു DSM-5 പറയുന്നത് 12 to 20 സെഷൻ ആണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ TF കൊടുക്കണമെങ്കിൽ വേണ്ടത്. എങ്കിൽ പോലും 20, 22 വരെ എടുക്കും. പിന്നെ അതേപോലെ ഇത് പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റും. സ്വന്തം വീട്ടിൽ നിന്നൊക്കെ ചെയ്യുന്നത് ഒരു റിസ്ക് ആണ്. കാരണം അത്യാവശ്യം ടൂൾസും കാര്യങ്ങളും ഇതിന് വേണം. അപ്പൊ അത്യാവശ്യം അറിയുന്ന ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ സ്കൂൾസിലൊക്കെ അതിന്റെ എഡ്യൂക്കേറ്റഡ് പരമായിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് ഒറ്റക്കൊന്നും സാധാരണ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതുമായിട്ട് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അടുത്തതായിട്ട് ഇതിന്റെ ഒരു പ്രധാനമായിട്ടൊരു CBTന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ പാരന്റിന് സ്കില്ലാണ്. പാരന്റുമായിട്ട് കുട്ടികളുമായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് കുട്ടിയാണ് പ്രശ്നക്കാരെങ്കിൽ പാരന്റുമായിട്ട് ഒരു സ്കിൽ അവരെ കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ റിലാക്സേഷൻ മെത്തേഡ്, സ്ട്രെസ് മാനേജ് സ്കില്ല് ഇതൊക്കെ അവരെ ക്ലയന്റിനെ പഠിപ്പിക്കുക. പിന്നെ എഫക്റ്റീവ് എക്സ്പ്രഷൻ, അതായത് അവരുടെ ലൈഫിൽ ഇപ്പൊ എന്താണുള്ളത്, പിന്നെ അവരെ ഇമോഷൻസും കാര്യങ്ങളും അവർക്ക് തന്നെ എക്സ്പ്രസ് ചെയ്യാനും അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻ ഇങ്ങനെ ഒരു വികാരമാണ് എനിക്ക് വരേണ്ടത് എന്നുള്ളത് ഈ തെറാപ്പിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. പിന്നെ അതേപോലെ തന്നെ ഈ പാരന്റും ഈ ഒരു കുട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പാരന്റിൽ നിന്നുള്ള ഇഷ്യൂ അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് പോലെ കുട്ടി എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ അതറിയണം. ചിലപ്പോൾ ആ കുട്ടി ഈ പാരന്റിന്റെ ഒരുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പിൽ. അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ കോഗ്നിറ്റീവ് കോപ്പിംഗ്, അതായത് അവരുടെ ചിന്താഗതിയിൽ, അതായത് പണ്ടെങ്ങാൻ സംഭവിച്ച ആ ട്രോമയിൽ ആ സമയത്ത് ഉണ്ടാവുന്ന അതേ ചിന്താഗതി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ ഈ ജേർണൽ എഴുതുക എന്നുള്ളത് ചിലപ്പോൾ ആ തോട്ടിലെ കൂടെ നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെയാണ് അവർക്ക് ഇപ്പൊ നിലവിലുള്ള ട്രോമയായിട്ട് ബന്ധപ്പെട്ടുള്ള അവരെ എന്തെങ്കിലും തോട്ടുമായിട്ട് എന്തെങ്കിലും യാതൊരു ബന്ധമില്ലാത്ത നെഗറ്റീവായിട്ട് ചിന്തകളായിരിക്കും കൂടുതൽ ഉണ്ടാകുക. അത് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിയണം. പിന്നെ ഈ ട്രോമ അവർക്കുള്ളത് ആ സമയത്ത് ഈ ട്രോമയെ പറ്റി പൂർണ്ണമായിട്ട് വിശദീകരിച്ചു കൊടുക്കുക. ആ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ അവരിന്ന് കേട്ട് കഴിഞ്ഞിട്ട് നമുക്കും അതേപോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതാണ് മെയിൻ ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് അവർ എത്തിപ്പെടും. ഈ സാധാരണ നമുക്ക് ഈ ഒരു TF-CBTയിൽ കൊടുക്കാനുള്ളത്. പിന്നെ ഇതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ട്രോമ ഉള്ള ആളുകൾക്ക് ഡിപ്രഷൻ തന്നെയായിരിക്കും. എപ്പോഴും ഡിപ്രഷൻ ഒരു അവസ്ഥ. നമ്മൾ ഡിപ്രഷൻ സിംറ്റംസുകൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇത് ഒരു അടയാളമാണ്. കാരണം ഇങ്ങനത്തെ ട്രോമ സംഭവിച്ചിട്ടുള്ള ആൾക്ക് എപ്പോഴും ഡിപ്രഷൻ, അതേപോലെ ആങ്സൈറ്റി, ഇവർക്ക് എല്ലാ കാര്യത്തിലും ആങ്സൈറ്റി ആയിരിക്കും. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു കാര്യം അവരുടെ ലൈഫിൽ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഒരു സാധനം വാങ്ങാൻ വീട്ടിൽ അടുത്ത കടയിൽ പോവുകയാണെങ്കിൽ അതിൽ വരെ അവർക്ക് ആങ്സൈറ്റി ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ബിഹേവിയർ പ്രോബ്ലം, അതായത് സ്വഭാവത്തിൽ പൊതുവെ അതെങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഇല്ലാത്ത ഒരു തെറ്റിക്കിടക്കുന്ന ചിന്താഗതി എന്നൊക്കെ പറയാൻ പോലെ അതേപോലെ സ്വഭാവത്തിൽ ഇപ്പൊ ഒരു സ്വഭാവം കാണിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് വേറൊരു സ്വഭാവം. പിന്നെ അതേപോലെ സെക്സ്വലൈസ്ഡ് ബിഹേവിയർ, അതായത് ഒരു സെക്സ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം അന്ന് നടന്നിട്ടുള്ള ഒരു ട്രോമയാണെങ്കിൽ അതുമായിട്ടുള്ള എന്തെങ്കിലും ബിഹേവിയർ ചിലപ്പോൾ കാണിക്കാനുള്ള സാധ്യത പിന്നെ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ട്രോമ റിലേറ്റഡ് ഷെയിം എന്ന് പറയുന്നത് ഈ ട്രോമ നടന്ന് സംഭവിച്ച് വീണ്ടും അത് വരുമോ എന്നുള്ള പ്രശ്നം കാരണം അതിനൊരു പേടിയും, അതുപോലെ തന്നെ അത് കേൾക്കുമ്പോൾ മറ്റുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം ഇതുമായിട്ട് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ലജ്ജ പോലെ, നാണം പോലെ തോന്നുന്ന ഒരു സിംറ്റംസ് കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ ട്രസ്റ്റ്, അതായത് സ്വന്തത്തിൽ ഒരു വിശ്വാസമില്ലായ്മ,
അതായത് സ്വയം ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ഡിസ്ട്രോഷൻസ് ഇല്ല സാധാരണ CBT ഉപയോഗിക്കുന്നത്. അത് എന്താണ് ഇവർക്ക് മനസ്സിലെപ്പോഴും ഞാൻ ഒന്നിനും കൊള്ളൂല, എനിക്ക് എന്താണ് ഈ ലൈഫ് മതി എന്നുള്ള ഒരു ട്രസ്റ്റ് ഇവർക്ക് ഉണ്ടാവില്ല സ്വന്തമായിട്ട്. പിന്നെ സോഷ്യൽ കോമൺ, അതായത് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകൽ വളരെ രീതിയിൽ ഇവർക്ക് കുറവായി, ഫ്രണ്ട് സർക്കിൾ കുറവായി. ഇനി ഫാമിലി തന്നെ ചിലപ്പോൾ ഉള്ള ആളുകളാണെങ്കിൽ ജോലിക്ക് പോവുക, തിരിച്ചു വരിക, ഫാമിലി വീട്ടിലിരിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. പിന്നെ ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അതായത് ഒരു ക്ലയന്റിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് കൊടുക്കാതെ ഒരു ക്ലിനിക്കൽ സൂപ്പർവൈസർക്ക് മാത്രമേ ഇത് ചെയ്യാൻ, അതായത് ക്ലിനിക്കൽ ഡയഗ്നോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ കൂടെ തന്നെ ഒരു ക്ലിനിക്കൽ സൂപ്പർവൈസറും കൂടെ വേണം. പിന്നെ രണ്ടാമത് എവിഡൻസ് ബേസ്ഡ്, അതായത് ഈ ട്രോമ നടന്നിട്ടുള്ളതിന് പൂർണ്ണമായിട്ടും എവിഡൻസ് നമുക്ക് വേണം. കാരണം ഒരു കുട്ടി പറയാണ് എന്നെ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, അത് കാരണമാണ് എനിക്ക് ഈ പ്രശ്നം ഉള്ളത് കണ്ട നമുക്ക് കാരണം അത് പൂർണ്ണമായിട്ട് എവിഡൻസ് ആണ്, തെളിവ് വേണം. കാരണം തെളിവ് ചിലപ്പോൾ കാര്യം നമുക്ക് ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. കുട്ടി പറയുന്നത് വെച്ച് എന്ത് തെളിവാണ് നമ്മൾ അയാൾ നിഷേധിക്കുകയാണെങ്കിൽ, പക്ഷെ അത് വെച്ച് എന്താണ് കുട്ടിയുടെ മൈൻഡും കാര്യം കുറച്ച് റാപ്പോ ബിൽഡപ്പും കാര്യങ്ങളും കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഒരു എവിഡൻസ് തെളിവ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എഫക്റ്റീവ് കാരണം നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളും ചോദിക്കുന്ന ചോദ്യം വളരെ എഫക്റ്റീവ് ആയിരിക്കണം. കാരണം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എന്താണ് അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നോ, ഇന്ന് നിങ്ങൾ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും പറയണമെന്നില്ല. പക്ഷെ എന്താണ് നമ്മൾ ആ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ കൗൺസിലിംഗിൽ എപ്പോഴും വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ആ സ്കില്ലിലൂടെയാണ് നമ്മൾ എന്താണ് പല കേസുകളും തെളിവുണ്ടാക്കുന്നത്. പിന്നെ ഒരു റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പ്, അതായത് ക്ലയന്റുമായിട്ട് റിലേഷൻഷിപ്പ് വേണം, അത് അവരുടെ ഫാമിലിയായിട്ട് റിലേഷൻഷിപ്പ് വേണം, അവരെ കൂടെ വന്നിട്ടുള്ള ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഈ എവിഡൻസ് ബേസിലൊക്കെ തിരിച്ച് എവിഡൻസ് ബേസിലേക്ക് തന്നെ പോവുകയാണ്. ചില കേസുകളിൽ നമുക്ക് എന്താണ് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ അയാളെ പിടിച്ചിട്ട്, അല്ലാതെ കുട്ടി ഒരു അബ്യൂസ് ചെയ്തിട്ട് ഒരാളാണെങ്കിൽ പോലീസിനെ അറിയിക്കേണ്ടി വരേണ്ട കേസാണ് നമ്മൾ അറിയിക്കണം. കാരണം എന്താണ് ഫാമിലിക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അയാൾ ഫാമിലിയിൽപ്പെട്ട ഒരാൾ തന്നെയാകുമ്പോൾ ഇതിനൊക്കെ വളരെ ബുദ്ധിമുട്ടും അവർക്ക് നാണക്കേടൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അയാളെ ചിലപ്പോൾ മറ്റുള്ള ആളെ സേവ് ചെയ്യാനൊക്കെ വെച്ചതാണ്. അതെന്താണ് കുട്ടിയെ എന്താണ് ഈ ഫാമിലി സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാവുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് അയാളെ പിടിച്ചിട്ട് എന്താണ് കുട്ടിയുടെ പിടിച്ചിട്ട് രണ്ടടി കൊടുക്കുക എന്നൊക്കെ മുമ്പ് ഒരാൾ ക്ലാസ് ഞാൻ കേട്ടു. അത് എത്രത്തോളം പോസിബിലിറ്റി ആണെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ ഒരു കേസ് കിട്ടിയ ഡയറക്റ്റ് ആയി ഗവൺമെന്റ് തലത്തിൽ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഒരു സ്കിൽ ട്രെയിനിങ് ആണ്. ഇങ്ങനെ ട്രോമ സംഭവിച്ചിട്ട് ആൾക്ക് പരമാവധി എന്താണ് എൻഗേജ് ആയി കൊടുക്കുക. അവർക്ക് എന്തൊക്കെയാണ് അവർക്ക് എന്താണ് വേണ്ടത്, ഗോൾ അച്ചീവ്മെന്റ്, പല കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടെ നിന്ന് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു ഇംപ്ലിമെന്റിന് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു ഇൻഫർമേഷൻ ഫാമിലി ആൻഡ് ക്ലയന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 12-20 സെഷനാണ്. ചിലപ്പോൾ ഈ ഒരു ഫാമിലിയുമായിട്ട് വേണമെങ്കിൽ ഒരു 5-6 സെഷൻ കൂടെ മതി. ഈ ഒരു തെറാപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലയന്റുമായിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെഷന് നടത്തുന്നത്. അതായത് 1, 2, 3 സെഷൻ എന്നുള്ള രീതിയിൽ മാത്രം മതി ആ ഫാമിലിയും ഇയാളുമായിട്ടുള്ളത്. പിന്നെ അതായത് ഇയാളുമായിട്ട് നമ്മൾ കൂടുതൽ സെഷൻ എടുക്കുക 10, 12. കാരണം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന അയാളോടാണ്. ഫാമിലിയോട് കിട്ടേണ്ടത് ഇത്രത്തോളം ഇത് നടന്നിട്ടുണ്ടോ, ആ എവിഡൻസിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്താണ് ഫാമിലിനെ ഈ തെറാപ്പിയിലേക്ക് കൊണ്ടുവരേണ്ടത്. പിന്നെ ഒരു സെഷൻ പ്രധാനമായിട്ട് കൊളാബറേഷൻ ആണ് വേണ്ടത്. ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ എന്താണ് എക്സ്പോഷർ ആണോ, ഇമേജ് ആണോ, വിവോ, ഏത് തരത്തിലുള്ള തെറാപ്പികളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഈ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഇതിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഡെലിവറി, അതായത് TFCBT നമ്മൾ എങ്ങനെയാണ് കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. അതായത് ഫോസ്റ്ററിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് അക്സെപ്റ്റൻസ്. ഇത് പ്രധാനമായിട്ടുള്ള ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തേക്കുക. കാരണം ഈ ഒരു ഫോളോ അപ്പ് ആണ് നമുക്ക് എന്താണ് ഒരു തെറാപ്പിന്റെ എൻഡ് ഓഫ് സെഷൻ വരെ വേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഫോസ്റ്ററിങ് ആറ്റിറ്റ്യൂഡ്. അതായത് ഈ ഒരു ട്രോമയെ കുറിച്ച് ആ സമയത്ത് ഇവർക്ക് എത്രത്തോളം അറ്റൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയും. അറ്റൻഷൻ മീൻസ് കാരണം ആ ട്രോമ സമയത്ത് അവരുടെ മൈൻഡ് എത്രത്തോളം അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. കാരണം ആ ഒരു ഇമോഷൻ അവർക്ക് അറിയാൻ വേണ്ടി, കാരണം കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടുള്ള പല കേസുകളും ഉണ്ടാവും. ചിലപ്പോൾ എന്താണ് ഈ സമയത്ത് ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കുന്ന ആളുകൾ, കാരണം എന്താണ് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോസ്റ്ററിങ് എന്നുള്ള ഒരു മെത്തേഡ്. ആ സമയത്ത് നിങ്ങൾ എത്രത്തോളം ആ ശ്രദ്ധ അതിലേക്ക് ഉണ്ടായിരുന്നു, എത്രത്തോളം നിങ്ങളെ മാനസികമായിട്ട് അതിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെയാണ് അക്സെപ്റ്റൻസ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്ന സമയത്ത്
നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു ട്രോമ നിങ്ങൾ കഴിഞ്ഞു, അതിനുശേഷം നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അക്സെപ്റ്റൻസ്. ഇത് ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് നമുക്ക് അറിയണമെന്നില്ല. ഒരു ചിലപ്പോൾ ഒരു 7-8 വയസ്സുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അപ്പൊ ആ സമയത്ത് എപ്പോഴാണ് നമ്മൾ ബിഹേവിയർ തെറാപ്പിയിൽ പറയുമ്പോൾ ഈ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് മുതലാണ്, അതിനുശേഷം എന്തൊക്കെയാണ് കുട്ടിയുടെ ലൈഫിൽ പിന്നെ സംഭവിച്ചിട്ടുള്ളത് എന്നപ്പോ അവിടെ എന്താണ് ഇവിടെ ബിഹേവിയർ തെറാപ്പി കൂടി വന്നു. അതാ ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള തെറാപ്പികൾ ഉപയോഗിച്ച് കുറച്ച് ടേം വെച്ചിട്ടാണ് TFCBT നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവുക. അപ്പോൾ ഈ ഫോസ്റ്ററിങ് ആറ്റിറ്റ്യൂഡുള്ള അവിടെ എന്താണ് കുട്ടിക്ക് മുമ്പ് കുട്ടി ഈ സംഭവിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, അതിനുശേഷം കുട്ടിയുടെ സ്വഭാവം എന്താണ് നമ്മൾ അറിയും. പിന്നെ നെഗറ്റീവ് തോട്ട്സ്, ഇത് നെഗറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം കുട്ടിക്ക് എന്തൊക്കെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ കിടക്കുന്നത്. ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ആയിരിക്കും. അപ്പോ അങ്ങനത്തെ അത് നമ്മൾ എന്താണ് ഈ കുട്ടിക്ക് നെഗറ്റീവ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക, അല്ലെങ്കിൽ കുട്ടിയോട് പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ഒരു കൾച്ചറൽ സിറ്റുവേഷൻ, ഈ കൾച്ചറൽ സിറ്റുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് ഏറ്റവും നിങ്ങൾ മനസ്സിലാകാൻ പറ്റുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇടപെട്ട കേസാണ്. അപ്പൊ ആ കേസിൽ എന്താണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് എത്രയാണ് 11 വയസ്സുള്ള ആൺകുട്ടിയാണ്. ആൺകുട്ടിന്റെ വിഷയം എന്ന് വെച്ചാൽ കുട്ടിന്റെ ഒരു ട്രോമ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു. അതായത് കുട്ടീനെ ഒരു 3-4 വർഷങ്ങൾക്ക് ഫാമിലി ലൈഫിൽ, അതായത് അച്ഛൻ ഭയങ്കര പിന്നെ കുറച്ച് പിന്നെ മദ്യപാനമൊക്കെ ഉള്ള ആളാണ്. എന്നാൽ വീട്ടിൽ വന്നിട്ട് അമ്മേനെ പിന്നെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുകയാണ്. ആ ഉപദ്രവിക്കുന്ന സമയത്ത് എന്താണ് പിന്നെ ഒരു പെങ്ങള് കുട്ടിയുണ്ട് 13-14 വയസ്സുള്ള. അപ്പോ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽസ് ഒരു കേസ് മാത്രം പറയാണ്. അത് പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കും. ഇതൊന്നും അങ്ങനെ പബ്ലിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കേസുകളല്ല. അത് പിന്നീട് പല പ്രശ്നങ്ങൾക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഒരു കേസ് എന്നുള്ളത് മാത്രം നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ മാത്രം പറയാണിത്. അപ്പോ ഈ ഒരു കേസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു അച്ഛൻ ഈ കുട്ടി, അതായത് ഇയാളുടെ കുട്ടിന്റെ ചെക്കന്റെ പെങ്ങളെ സ്ഥിരമായിട്ട് ഫിസിക്കലി ആയിട്ട് ഉപയോഗിക്കുന്നത് അതും കുട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഈ കുട്ടിനെ ഈ ചെക്കനെയും ഒരുപാട് അച്ഛനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൾച്ചറൽ സിറ്റുവേഷൻ വരുന്ന സീൻ നിങ്ങൾ നോക്കണം. അങ്ങനെ ഈ കുട്ടി എന്താണ് 2 വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഈ ഫാമിലി, അതായത് ഈ 2 കുട്ടികളെ കൊണ്ട് അമ്മ ഡൈവോഴ്സ് ആയി പോയി. അതിനുശേഷമാണ് ഈ ആൺകുട്ടിക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായത്. അപ്പൊ പ്രശ്നം എന്താണ്, അച്ഛനാണ് രാജാവ്. അതായത് ഇങ്ങനത്തെ ഒരു ലൈഫിൽ, അതായത് അച്ഛൻ ചെയ്ത ഒരു ലൈഫ് എന്താണ് കാര്യങ്ങളാണ് കുട്ടിയുടെ മനസ്സിൽ മൊത്തമുള്ളത്. അന്നപ്പോ എന്താണ് ഈ ലോകം ചുറ്റുപാടുള്ള ആളുകൾ എല്ലാ വീട്ടിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അന്നപ്പോ അച്ഛനില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല, എനിക്ക് അച്ഛന്റെ കീഴിലാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു തോട്ട് അവിടെ ആ കുട്ടിക്ക് ഉണ്ടായി. അതുമൂലം എന്താണ് പഠനത്തിൽ പ്രശ്നം ഉണ്ടായി, മറ്റുള്ള ആളുകളെ ഉപദ്രവിച്ച് ADHD ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷെ ഈ ഒരു കൾച്ചറൽ സിറ്റുവേഷൻ നമ്മൾ എന്താണ് ഇങ്ങനത്തെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്താണ്, ആ സിറ്റുവേഷൻ വളരെയധികം മോശമാണ്. ഇങ്ങനത്തെ കുട്ടികളെ മനസ്സിൽ എന്താണ് വരുന്നത്, ഈ ലോകം മൊത്തം ഇങ്ങനെയാണ്, എല്ലാ ആൾക്കാരും എല്ലാ വീട്ടിലും നടക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്താണ് എനിക്കും ആ രീതിയിൽ തന്നെ പോയാൽ മതി, എനിക്ക് അച്ഛന്റെ കൂടെ തന്നെ പോകണം, നമ്മുടെ കുടുംബജീവിതത്തിൽ അച്ഛനെയും വേണം. കാരണം അച്ഛൻ വീട് വന്നാൽ അടിക്കും, അതൊന്നും പ്രശ്നമല്ല. പിന്നെ അമ്മയെ അടിക്കും, അതും പ്രശ്നമല്ല. പെങ്ങളെ ഉപദ്രവിക്കും, അതും ഒരു വിഷയമല്ല. പക്ഷെ വിഷയം എന്താണ്, ഇങ്ങനത്തെ ഒരു രാജാവ്, അച്ഛൻ ഭയങ്കര ശൗര്യക്കാരനാണ്, ഉപദ്രവിക്കും, ഇതൊക്കെയാണ് ആളുകൾ കാണിക്കുന്നത് എന്നുള്ള ആ തോട്ട്സ് ഉള്ളത് കൊണ്ട് എന്താണ് കുട്ടിക്കുള്ള നീഡ്സ് എന്താണ്, അച്ഛനെ വേണം എന്നുള്ളത്. അപ്പൊ ഇതാണ് കൾച്ചറൽ സിറ്റുവേഷൻ. ഇങ്ങനത്തെ എന്തെങ്കിലും ചുറ്റുപാടിലൊക്കെ ഒരു കുട്ടിക്ക് ചിലപ്പോൾ ശാരീരികമായിട്ട് ഒരു ഉപദ്രവമാണെങ്കിൽ പോലും മാനസികമായിട്ട് കുട്ടിയുടെ ഒരു നെഗറ്റീവായ തോട്ട്സ് ഉണ്ടാവും. ആ തോട്ട്സിനെയാണ് നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ ഡെലിവർ TFCBT നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും, ഇങ്ങനെ എന്തെങ്കിലും ചിന്തകൾ പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത്. പിന്നെ അടുത്തത് മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. നമ്മൾ എന്താണ് പരമാവധി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും, ആക്ടിവിറ്റീസും കാര്യങ്ങളിലും. ചിലപ്പോൾ എന്താണ് ഗെയിംസിലൂടെയും പല രീതിയിലുള്ള കാര്യങ്ങൾ, കുട്ടിക്ക് എന്താണ് വേണ്ടത്, ആർക്ക് എന്താണ് വേണ്ടത്. ചിലപ്പോൾ മുതിർന്ന ഒരാളാണെങ്കിൽ അവർക്ക് എന്താണ് ലൈഫിലേക്ക് എന്താണ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ സ്കിൽ അക്വിസിഷൻ എന്ന് പറയുന്നത് സ്കില്ലാണ്. നിലവിൽ എന്താണ് നമ്മൾ കുറെ സ്കില്ലുകൾ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ്. കാരണം ഓവറോൾ എന്താണ് ഒന്ന് ഒന്ന് എന്താണ് അവരെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പിന്നെ ഒരു ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷനിലേക്കാണ് പോകുന്നത്. ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷനിൽ പ്രധാനമായിട്ടും ഒന്നുള്ളത് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ്. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അതായത് നമുക്ക് സൈക്കോ എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിയാം. പക്ഷെ ഇവിടെ ഒന്നുണ്ട്, എന്താണ് ഓവറോൾ 2 സെഷൻ, ആദ്യത്തെ 2 സെഷൻ എന്താണ് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ ആയിട്ട് മാത്രം മാറ്റിക്കുക. ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ട.
ആദ്യത്തെ 2 സെഷൻ ഇങ്ങനത്തെ കുട്ടികളുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഞാൻ ആദ്യത്തെ ഒരു 3 സെഷന് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ വരുമ്പോൾ പരമാവധി 2 സെഷൻ, ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ 40-45 ഒരു 50 മിനിറ്റ് ആണ് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതിപ്പോ ഇനിയിപ്പോ നിങ്ങളെ പരിധി അനുസരിച്ച് ഒരു ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേണേൽ കൊടുക്കാം. പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട ഒരു ട്രോമ, അതായത് ആ ട്രോമയിൽ നിന്നും ഇയാൾ എന്ത് പഠിച്ചു എന്നുള്ളത് നമ്മൾ അത് അറിയണം. മുമ്പുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, അതായത് എന്തോ ആയിക്കോട്ടെ സംഭവിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻസ്, ആ ഇൻസിഡന്റിൽ ഈ കുട്ടിയോ അല്ല ഇയാളോ എന്ത് പാഠമാണ് പഠിച്ചിട്ടുള്ളത് അത് നമ്മൾ അതറിയണം അവരോട് ചോദിച്ചിട്ട്. അതിന് കാരണം എന്താണ്, അത് മൂലം നിങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടായത് എങ്ങനെയാണ്, ആ എഫക്റ്റ് എന്താണ് അത് മനസ്സിലാക്കുക. അത് ഇമോഷനിലെ കൂടെ ആണോ, ബിഹേവിയറിലൊക്കെ ആണോ, ഇനി ബോഡി ചേഞ്ചസിലൂടെയാണ്. ഇപ്പോ എന്തെങ്കിലും എന്താണ് സെക്സ് അബ്യൂസ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്താണ് കുറച്ച് കഴിഞ്ഞിട്ട് സ്വയം എന്താണ് ശരീരത്തെ ഉപദ്രവിക്കലൊക്കെ തുടങ്ങും. കാരണം എന്താണ്, സ്വയം ഉള്ളിൽ ഒരു ഇന്റർപേഴ്സണൽ ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല രീതിയിലും കാണിക്കും. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതൊക്കെ മനസ്സിലാക്കി അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നത്. സൈക്കോ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫസ്റ്റ് സൈക്കോ എഡ്യൂക്കേഷൻ. ചിലപ്പോൾ OCDയും മറ്റൊരു ഡിപ്രഷനിലും മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പലതിലൊക്കെ ആണെങ്കിൽ സൈക്കോ എഡ്യൂക്കേഷൻ ചിലപ്പോൾ തുടക്കത്തിൽ കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞെടുത്തെങ്കിൽ അവസാനത്തിലാക്കിയാലും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ഈ ഒരു ട്രോമ TFലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ മെയിൻ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് പ്രധാനമായിട്ടൊന്ന് മനസ്സിലാക്കുക. പിന്നെ റിലാക്സേഷൻ സ്കില്ല്, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഡീപ്പ് ബ്രീത്തിങ്. ദിവസം എന്താണ് ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും എന്താണ് ഒരു 10 മിനിറ്റ്, ആദ്യത്തെ ഒരു 10 മിനിറ്റ് അവരെ കൊണ്ട് ഡീപ്പ് ബ്രീത്തിങ് ഒന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അടുത്ത അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 10 മിനിറ്റ്, ദിവസം ഒരു 10-12. ഈ കുട്ടിയാണെങ്കിൽ മുതിർന്നവരാണ്, ഇവരെ നിർബന്ധമായിട്ട് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഇതൊക്കെ സ്കിൽ ട്രെയിനിങ് ആണ്, നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതൊക്കെ എന്താണ് അവർക്ക് പിന്നെ അതേപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്ന മസിൽ റിലാക്സേഷൻ. കാരണം പിന്നെ അതേപോലെ തന്നെ ഈ യോഗ, മെഡിറ്റേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്താണ് അവരെ നിലവിലുള്ള ചിന്താഗതികളെയും അവർക്ക് നിലവിലിരിക്കുന്ന ആറ്റിറ്റ്യൂഡിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്ന സ്കില്ലുകളാണ്. ഇതിൽ എന്താണ് ഈ ഒരു റിലാക്സേഷൻ മെത്തേഡിൽ എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് പല കേസുകളും റിസൾട്ട് ഉണ്ടാക്കാൻ പെട്ടെന്ന് സാധിക്കുന്നതാണ്. പിന്നെ അഫക്റ്റ് റെഗുലേഷൻ എന്നത്, അതായത് ആദ്യം നമ്മൾ പിന്നെ കൗൺസിലിങ്ങിൽ പൊതുവെ നമ്മൾ അവരെ ഇമോഷൻസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും, എന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതേ സമയത്ത് തിരിച്ച്, അതായത് ഈ എഫക്റ്റ് റെഗുലേഷനിലേക്ക് വരുമ്പോൾ AFTയിൽ ICFൽ വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ക്ലയന്റിനോട് നിങ്ങളെ ഇമോഷൻസ്, അതായത് നിങ്ങളെ വികാരങ്ങൾ, വിചാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് എഫക്റ്റുകളൊക്കെ. എന്നിട്ട് അത് അവർക്ക് മനസ്സിലാക്കി എനിക്ക് എന്റെ ഇമോഷൻസ്, ചിലപ്പോൾ ഞാൻ ഒറ്റക്ക് ഇരുന്ന് കരയുന്നു, ചിലപ്പോൾ ഒറ്റക്ക് നിന്ന് പിന്നെ പേടിച്ചു പോവുകയാണ് പല സിറ്റുവേഷനും, ആ ഇമോഷൻ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എന്താണ് അത് നമ്മൾ ആ ഇമോഷൻ എങ്ങനെയാണെന്ന് അവർക്ക് അവർക്ക് എഫക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ആ എഫക്റ്റ് തോന്നുന്ന എങ്ങനെ, ആ സമയത്ത് മാനേജ് എങ്ങനെ ചെയ്യുക, ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒരു 10 മിനിറ്റോളം എന്തെങ്കിലും കാരണം ഡീപ്പായിട്ട് ബ്രീത്തിങ് ചെയ്യുക. അതേപോലെ തന്നെ ഈ എന്തെങ്കിലും കുറച്ച് മസിൽസ് ഒക്കെ ടൈറ്റൻസ് ആക്കാൻ വേണ്ടി കൈയൊക്കെ ഇങ്ങനെ ആക്കുന്ന ഒരു കൈയൊക്കെ നമ്മൾ പാമ്പ് ഇങ്ങനെ ചുരുക്കും പോലല്ലേ, അതുപോലെയൊക്കെ ഒന്ന് റിലാക്സ് ആയി കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് റിലാക്സ് ആവാൻ ചെയ്യും. അന്നപ്പോ അവർ ഇമോഷൻ അവർക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ കൊഗ്നിറ്റീവ് കോപ്പിംഗ്, അതായത് കോപ്പിംഗ്, അതായത് CBTനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല എങ്കിൽ പോലും ഇതിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതായത് നമുക്കൊരു 18-19 വയസ്സുള്ള ഒരു ക്ലയന്റ് ആണ് മുമ്പിൽ വന്നിട്ടുള്ളത്, ഒരു 6-7 വയസ്സിൽ കുട്ടിക്ക് സംഭവിച്ചിട്ട ട്രോമയാണെങ്കിൽ ആ ട്രോമ നമ്മൾ കറക്റ്റ് ആയിട്ട് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത് CBTന്റെ ആ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ആ സ്ട്രക്ചർ എന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഇത് എവിടെ നിന്നാണ് ഈ പ്രശ്നം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് കുട്ടിക്കോ അല്ല ഇയാൾക്കോ അറിയണം. അതിനാണ് ആ CBTന്റെ മോഡൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നത്. അതെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു കേസിൽ. പിന്നെ എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ വികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ട്രോമ നറേറ്റീവ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധമായിട്ട് ഒരു ട്രോമ സ്റ്റോറി, അതായത് അവരെ കൊണ്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുക. അന്ന് സംഭവിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ അത് പറയിപ്പിക്കുക. അതിൽ
നമ്മൾ എന്താണ് അത് മനസ്സിലാക്കിയ ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങൾക്ക് അന്ന് ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ആ സംഭവിച്ച കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റോറി പോലെ, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ് മുമ്പ് എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ ലൈഫിൽ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് നല്ല രീതിയിൽ, കാരണം അവർക്ക് കൂടുതലായിട്ട് സങ്കടമാകുന്ന രീതിയിലല്ല, പക്ഷെ അവർക്കൊരു ഈ ഒരു ട്രോമ എന്താണ് അത് ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ടതല്ല, ഈ ഒരു ആ സമയത്ത് സംഭവിച്ചു പോയതാണ്, നിങ്ങൾക്ക് പറ്റിയ തെറ്റല്ല, അത് അയാളുടെ തെറ്റാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും സ്റ്റോറികൾക്കൊക്കെ ഇവർക്ക് പറയാം. ഇത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റോർഷൻസ്. അത് നേരത്തെ പറഞ്ഞില്ലേ, കുട്ടിയുടെ കേസിൽ പറഞ്ഞില്ലേ, അതാണ് ഞാൻ ഇവിടെ correct ആണ്. ഈ ചുറ്റുപാടുള്ള ആളുകളൊക്കെ മൊത്തം എന്താണ്, പിന്നെ മോശക്കാരാണ്, അല്ല ഡേഞ്ചേഴ്സ് ആണ്. അതായത് എന്തെങ്കിലും കുട്ടികൾക്ക് സംഭവിച്ചിട്ട് പണ്ടങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ പുരുഷന്മാരൊക്കെ മോശക്കാരാണ്, പണ്ടെങ്ങാനും സംഭവിച്ചു പോയതാണെങ്കിൽ ഈ ഒരു ട്രോമ അബ്യൂസ് സംഭവിച്ചിട്ട് അവരുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോ ചില പെൺകുട്ടികൾ എന്താണ് ആൺകുട്ടികളോട് തീരെ സംസാരിക്കില്ല. അതേപോലെ ആൺകുട്ടികൾ എന്താണ്, ഇപ്പൊ ചില പെൺകുട്ടികൾ എന്താണ്, ഈ ചെറിയ ആൺകുട്ടി ചെറുപ്പത്തിൽ തല്ലുകയോ ഫിസിക്കലി ആയി കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മനസ്സിൽ എന്താണ്, ആ പെൺകുട്ടികളോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ടെൻഷനുമായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോകാനുള്ള കാരണം. പിന്നെ പ്രധാനമായിട്ടും ഫാമിലി ഫോക്കസ് ആണ്. അതായത് ഇപ്പൊ നിലവിലുള്ള അയാൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് നിലവിലെ ഫാമിലി സപ്പോർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയാം. എന്നിട്ട് എന്താണ്, അതിൽ അവരെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, ആ കുട്ടിയും ഈ ഫാമിലിയും എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത്. കാരണം ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. പല കുട്ടികളും എന്താണ്, പല കേസുകളും പാരന്റ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞു വരിക, കുട്ടി പഠിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മളെന്താണ് റെമഡിയേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂസോ ഇതുപോലത്തെ ട്രോമ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, ഈ ഫാമിലി പാരന്റ് അല്ല കുട്ടിയും പാരന്റും തമ്മിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട്, നല്ലതായിട്ടൊരു സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താണ്, അതിന് നല്ലൊരു റാപ്പോ ബിൽഡപ്പ് തന്നെയാണ് വേണ്ടത്. പിന്നെ അതേപോലെ തന്നെയാണ് റോൾ പ്ലേ ആൻഡ് മോഡലിംഗ്. അതായത് നമ്മൾ ഈ കളിക്കുന്ന സമയത്ത്, അതായത് കുട്ടികളുമായിട്ട് ഒരു ഇടപഴകുന്ന സമയത്ത് അവർക്ക് എന്താണ് റോൾ പ്ലേ മോഡൽ, അതായത് മെയിൻ ആയിട്ട് TF പിന്നെ CBTന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ തമ്മിൽ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ അതൊരു റോൾ പ്ലേ ആണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവരോട് നമ്മൾ ചോദിക്കും, അതിനനുസരിച്ച് അവർ ആൻസർ പറയും. ആ ചോദ്യങ്ങൾ ലാസ്റ്റ് ഞാൻ കുറച്ച് പറയുന്നത് എന്തൊക്കെയാണ്, ചില ഉദാഹരണം പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ മോഡലിംഗ്, അപ്പോ നമുക്കെന്താണ് ആ ഒരു റിലേഷൻഷിപ്പ് അല്ല റാപ്പ് ബിൽഡപ്പ് ഒന്നുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് പ്ലേ തെറാപ്പിയിലൊക്കെ പല ഗെയിംസുകൾ ഉണ്ട്. നമുക്ക് അത് ഉപയോഗിച്ച് എന്താണ് കുട്ടികളെ പെട്ടെന്ന് എന്താണ് അവർക്ക് കൊടുക്കുക. പിന്നെ ഒരു പ്രോബ്ലം സോൾവിങ്, അതായത് എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതെങ്ങനെയാ സോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിക്കുക. പിന്നെ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ഉള്ള അവരെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയാൽ അതിനെന്താണ് പരമാവധി പിന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് എന്താണ് അവരെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള കാരണം. കാരണം ചില ഇങ്ങനത്തെ ട്രോമ ആയിട്ട് വരുന്ന ആളുകൾക്ക് പരമാവധി എന്താണ് പോസിറ്റിവിറ്റി കുറവായിരിക്കും. കാരണം ഉണ്ടെങ്കിൽ പോലും അവർ പറയാൻ ശ്രമിക്കൂല. അവരെ നെഗറ്റീവ്, എനിക്ക് അത് സംഭവിച്ചു പോയി, എനിക്ക് ഇങ്ങനെയൊക്കെയാ സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ലൈഫിലുണ്ട്, എനിക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ അവർ ചിലപ്പോൾ നമ്മളോട് പറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും നമുക്ക് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താണ് നമ്മൾ വളരെയധികം എന്താണ് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നെ ഈ ഒരു തെറാപ്പിയിൽ ബിഹേവിയർ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അവരെത്രത്തോളം അവോയ്ഡൻസ് ഉണ്ട്, സിറ്റുവേഷൻ ബേസ് ആയിട്ട് ഇങ്ങനത്തെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളിൽ നിന്നും അല്ലെങ്കിൽ പഠനത്തിൽ നിന്നും ഫാമിലി ലൈഫിൽ നിന്നും ജോലിയിൽ നിന്നും എത്രത്തോളം എന്താണ് അവോയ്ഡൻസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തിയിട്ട് അവർക്ക് അതിലേക്ക് എന്താണ് എന്ത് റീസൺ കൊണ്ടാണ് നിങ്ങൾ കണ്ടെത്തുന്നത്, പണ്ടെങ്ങാനും സംഭവിച്ചു പോയ ഒരു ട്രോമ കാരണം നിങ്ങൾ എന്താണ് ഇതിലേക്ക് ആ ഒരു എന്ത് കോയിൻസിഡൻസ് ആണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്, എന്ത് ബന്ധമാണുള്ളത് കണ്ടത് അവർക്ക് തന്നെ പറയാം. എന്നിട്ട് എന്താണ് ഇങ്ങനത്തെ ഒരു ഗെയിംസ് ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരുപാട് ഗെയിംസും എന്താണ് ഗ്യാതറിംഗ് പരിപാടിയൊക്കെ അവരെ കൊണ്ടുപോവുക. ഇനി മുതിർന്ന ആളുകളാണെങ്കിൽ എന്താണ് അവരെ ഫാമിലി പിന്നെ ഗെറ്റ് ടുഗദർ ഫാമിലി പിന്നെ ഈ ഒരു പാർട്ടീസ് അങ്ങനത്തെ ഒരുപാട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് ഗ്രാജുവലി എക്സ്പോഷർ ആണ്. ഗ്രാജുവൽ എക്സ്പോഷർ രണ്ട് തരത്തിലുണ്ട്. വിവോ തെറാപ്പി എന്നാണ് സാധാരണ എല്ലാത്തിനും നമ്മൾ ചെയ്ത് CBTയുടെ പ്രധാനമായിട്ട് രണ്ട് സാധനങ്ങളാണുള്ളത്, വിവോ ആൻഡ് ഇമാജ്. വിവോ എന്ന് പറയുന്നത് ട്രോമ ആയിട്ട് സംഭവിച്ച് നമുക്ക് വീണ്ടും ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് ആ വിവോ എക്സ്പോഷർ എന്താണ്,
ഉള്ള സമയത്ത് അവരെ ട്രിഗർ നമ്മൾ കണ്ടുപിടിക്കുക. പ്രധാനമായിട്ട് ട്രിഗർ, അവർക്ക് എന്താണ് ആ പണ്ട് സംഭവിച്ചുള്ള മനസ്സിൽ വരുന്ന ആ ട്രിഗർ നമുക്ക് എന്താ, സോറി, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത. ചിലപ്പോൾ ഒരു ട്രിഗർ ചിലപ്പോൾ നമ്മൾ ആ ചോദിക്കുന്ന സമയത്ത് അവർക്ക് നിശബ്ദതയായിരിക്കും, അല്ലെങ്കിൽ ആ സ്പെസിഫിക് ആയിട്ടുള്ള അവര് പിന്നെ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് ഇപ്പൊ ഓൾറെഡി വന്ന അവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലയന്റ് ആണെങ്കിൽ നമുക്കൊന്നും ഡ്രമാറ്റിക് ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താണ്, അവരോട് വേണ്ടി ഏതെങ്കിലും സ്ഥലങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഏരിയാസ്, അല്ലെങ്കിൽ വീടിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു എന്താണ് എക്സ്പ്രഷൻ മാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ സ്ഥലത്തിനെ ചോദിക്കുക. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, അതുപോലെ തന്നെ അത് റെഡിയാക്കുക. പിന്നെ അതേപോലെ തന്നെ ഫിയർ ഹൈറാർക്കി റെഡിയാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അത് ആങ്സൈറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഏതൊക്കെ കാര്യത്തിലാണ് ഇവർക്ക് ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉള്ളത് എന്നുള്ളത് ഒരു ലിസ്റ്റ് അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചതിന് ശേഷം എന്താണ്, അത് മെൻഷൻ ചെയ്യിക്കുക. ഇന്ന സ്ഥലത്ത് എനിക്ക് പേടിയുണ്ട്, അല്ല ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് അല്ല ഇന്ന ആളെ കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ ആണുങ്ങളെ മൊത്തത്തോളം എനിക്ക് പ്രശ്നമാണ് എന്നുള്ള. കാരണം അവർക്ക് ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടോ, ഫിയർ, ആങ്സൈറ്റി ഉള്ള അത് അവരെ കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കി അത് തയ്യാറാക്കുക. എന്നിട്ട് എന്താണ്, അതിനെന്താണ് ആ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മളിങ്ങനെ ആ ഷീറ്റിൽ എന്താണ് മാർക്ക് ചെയ്ത് ഇത് എത്രത്തോളം പേടിയുണ്ട്, ഇത് എത്ര ശതമാനം പണി, എന്നിട്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള റീസൺ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇതൊക്കെ ഒരു 7-8 സെഷനിലേക്ക് എത്തിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുത്തു, ആളുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ചെയ്തു, ട്രോമ എന്താണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആ കണ്ടെത്തി കഴിഞ്ഞ ശേഷമുള്ള ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ഈ ഗ്രാജുവൽ എക്സ്പോഷർ വരുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് അവരുടെ ഓർമ്മകൾ, പഴയ കാലത്ത് നടന്നിട്ടുള്ള ഓർമ്മകളിലേക്ക് ഒന്ന് നമ്മൾക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് ഒരു കുട്ടിക്കാലത്തുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് അന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലൊക്കെയാണ് സാധാരണ നമ്മൾ ചോദിക്കുക. അപ്പൊ തന്നെ ഏകദേശം എന്താണ്, കുട്ടിക്കാലത്താണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ എന്താണ് ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോ ലൈഫിൽ ഇങ്ങനെ ഏതൊരു സാഹചര്യം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളത്. ഇതാണ് സാധാരണ ഒരു എക്സ്പോഷർ തെറാപ്പി 2. പിന്നെ ഇമാജിൻ ചെയ്യുക എന്നുള്ളത് അടുത്തത്. ഇമാജിൻ ചെയ്യുന്ന പറഞ്ഞാൽ അന്നത്തെ കാര്യം, അന്ന് നടന്ന ഒരു ട്രോമ നിങ്ങൾക്ക് ഒന്നുകൂടി ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം അവരെ കൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കുക. നിങ്ങളെ മുമ്പിൽ എന്താണ് ട്രോമ ഉണ്ടായത് അതൊന്ന് ഇമാജിൻ ചെയ്യുക. ആ ഇമാജിൻ ചെയ്താൽ മാത്രം പോലെ അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. ആ ഇമാജിൻ എന്താണ് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറയും. ആ ഇമാജിൻ ആദ്യം അവരുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക അന്ന് സംഭവിച്ച കാര്യങ്ങൾ. എന്നിട്ട് ഓരോന്ന് വൺ ബൈ ആയിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറയാം. 2 സ്റ്റെപ്പാണ്. ഇമാജിൻ ചെയ്യുന്നത് നിർത്തരുത്. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ്. കാരണം അവരെ കൊണ്ട് അത് പറയിപ്പിക്കുകയും ചെയ്യുക മാത്രമാണ് അവരെ ഉള്ളിൽ കിടക്കുന്ന എന്താണ് സങ്കടങ്ങളും ദേഷ്യങ്ങളും ഒക്കെ നമുക്ക് എന്താണ് അത് പറയുന്നതോട് കൂടി പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അപ്പോൾ ഒരു റിലാക്സേഷൻ അവർക്ക് കിട്ടും. ഈ പറയുന്നത് പ്രത്യേകിച്ച് ഈ സൈക്കോളജി മേഖലയിൽ എന്താണ്, ഒരു കാര്യം നമ്മളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ആശ്വാസം ഉണ്ട് എന്നല്ല പറയാ. സാധാരണ നമ്മൾ പറയും, ഓ ഞാൻ ആ കാര്യം നിന്നോട് പറഞ്ഞ ശേഷം എനിക്ക് വളരെ ആശ്വാസം തോന്നി. ആ ആശ്വാസം കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു TFCBTയിലാണ്, അതായത് ട്രോമ കെയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തെറാപ്പിയിൽ. ഇനി നമുക്ക് എന്താണ് ഒരു റോൾ പ്ലേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം. അതായത് ഇങ്ങനെ ഈ ഒരു ട്രോമ നമുക്ക് ഫിസിക്കലി ആയിട്ട് ബന്ധപ്പെട്ട് തോന്നിയതാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് അവരോട് ചോദിക്കാം, അപ്പൊ പിന്നെ നിങ്ങളെ ഈ ഒരു ഫിസിക്കലി ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പൊ അവര് ചോദിക്കാൻ നമുക്ക് ചോദിക്കാം അവരോട്. അതായത് നിങ്ങൾ ശാരീരികമായിട്ട് മുമ്പെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? പിന്നെ അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ കുറച്ച് ചിലപ്പോ ആള് സൈലന്റ് ആയിരിക്കും. അപ്പൊ പറയാൻ പറ്റും, ഇയാള് പറഞ്ഞാലേ പിന്നീട് എനിക്കൊരു പ്രശ്നമാവോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. ആ ചിന്തകൾക്ക് എന്താണ്, അതെന്താണ് നമുക്ക് എന്താ അടുത്ത ഒരു ഏകദേശം ഒരു മൂളൽ എന്തോ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് അവരോട് പോകാം. എന്താണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾ ഈ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുള്ളത്? ആ ഒരു ചോദ്യം വളരെ ഇതൊക്കെ നമ്മുടെ സോക്രാട്ടിക് ക്വസ്റ്റ്യൻ മോഡലാണ്. CBT പഠിച്ചാൽ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാകാൻ പറ്റും എന്താണ് സോക്രാട്ടിക് ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോ ഈ ഒരു ചോദ്യം, അതായത് ഈ ഒരു പ്രശ്നം അന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നിലവിൽ നിങ്ങൾ ഈ സ്വഭാവത്തിലുള്ള മാറ്റം പിന്നെ ഇങ്ങനെ അനുഭവിക്കുന്നത്, അത് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോ അവര് പറയും, അതായിരിക്കാൻ സാധ്യതയുണ്ട്, എനിക്ക് അതിന് ശേഷമാണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അടുത്തൊരു ഫിസിക്കലി ആയിട്ടുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞു വെച്ചാൽ അവരോട് പറയാം, സെക്സ്വലി ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്സിൽ നിങ്ങളെ തൊടുകയോ, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ എന്താ അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഇവിടെ തൊടുകയോ എന്തെങ്കിലും അങ്ങനെ രീതിയിൽ എന്തെങ്കിലും ഉപദ്രവം എന്താണ് നമ്മൾ ഇത് ചില കൗൺസിലേഴ്സിന് എനിക്കൊക്കെ ഉണ്ടായിരുന്ന തുടക്കത്തിൽ ഇത് ചോദിക്കാൻ പറ്റുമോ എന്നുള്ളത്.
ഇല്ല, നമ്മൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക തന്നെ വേണം. അത് കുടുംബക്കാരൊന്നും ഉണ്ടാവില്ല. കുട്ടി കുട്ടിയാണെങ്കിൽ കുട്ടിയെ മാത്രം, അല്ല ക്ലയന്റ് ആരാണോ അവർ മാത്രമുള്ള സമയത്ത് അവരോട് ചോദിക്കാം നമുക്ക്, നിങ്ങൾക്ക് സെക്ഷുവലി ആയിട്ട് ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അതെന്താണ്, ഒന്നുകിൽ സ്ട്രേഞ്ചേഴ്സ് ആണോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണോ, വീട്ടിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആളെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആളെ കണ്ടെത്തിയ വീട്ടിലുള്ള ആളാണോ, അതല്ല ഇനി പുറത്തുള്ള ആരെങ്കിലും ആണോ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പിന്നെ അതേ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഈ ഒരു ട്രോമ ഒന്നും അല്ല നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതൊരു സെക്ഷുവലി ആയിട്ടും ഫിസിക്കലി ആയിട്ടുമുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ സാധാരണ ഒരു ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടിയാണ് ഇതുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയോട് ഏത് തരത്തിൽ ചോദിക്കാം. അതായത് നിങ്ങളെ ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ മോളെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും അവോയ്ഡൻസ് കിട്ടി, അതായത് അച്ഛനും അമ്മയോ അല്ലെ മോളോ എന്തെങ്കിലും രീതി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഉദാഹരണം ഭക്ഷണം തരുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ചെറിയൊരു എന്ത് കാര്യം സാധനം ഗിഫ്റ്റ് വാങ്ങി തരുന്നതിന്, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ ഇല്ലായ്മ, അങ്ങനെ എന്തെങ്കിലും കുട്ടിയെ എന്തെങ്കിലും അങ്ങനെ അവോയ്ഡൻസ് കിട്ടിയിട്ടുണ്ടായോ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുക. കാരണം ഈ ട്രോമന്റെ എന്തെങ്കിലും ട്രോമ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അതേപോലെ തന്നെയാണ് ഈ ഒരു അപ്പോ ഇങ്ങനത്തെ ഈ ഒരു ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക, അവരോട് ചോദിക്കുക നമ്മൾ. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ശേഷം ഈ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഒരു ചിന്താഗതി? കാരണം ഞാൻ ചോദിക്കുന്നില്ലെങ്കിൽ വേണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ഇപ്പൊ നിലവിലുള്ള കറണ്ടിലുള്ള പ്രശ്നം എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു എന്താണ് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അങ്ങോട്ട് കൊടുക്കുക. എന്താണ് അവർക്കൊന്നും അവയർനെസ് ഒന്നുകൂടിയായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒന്നുകൂടി അവരെന്താണ് പിന്നെ എന്താണ് ഓപ്പൺ അപ്പ് ആകാൻ തോന്നും. പിന്നെ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരോട് നമുക്ക് അടുത്തൊരു ചോദ്യം, വീട്ടിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ ഒക്കെ, വീട്ടിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണോ എന്നുള്ളത്. അതായത് എന്തെങ്കിലും ഫിസിക്കലി ആയിട്ടുള്ള ഉപദ്രവിച്ചുള്ള ഒരാളാണെങ്കിൽ അയാൾ ചോദിക്കുക, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വീട്ടിലുള്ള ആളുകളുമായിട്ട് എങ്ങനെയാണ് ഇടപഴകാറ്, അവരെങ്ങനെയാണ് നിങ്ങൾക്ക് ഉപദ്രവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാനസികവും ശാരീരികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അങ്ങനെ രീതിയിൽ നമുക്ക് അവരോട് ചോദിക്കാം. പിന്നെ ഈ ഒരു നമ്മൾ ഈ ട്രോമാറ്റിക് ഇവന്റുമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോ PTSD പോലെയുള്ള പല കേസുകൾ ഇതുണ്ടാവും, ട്രോമകൾ. അതൊക്കെ എന്താണ് ബ്രെയിനുമായിട്ടുള്ളതാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ് അവരെ ഡയഗ്നോസിസ് ചെയ്ത് ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എന്താണ് ആ സിറ്റുവേഷൻ എന്താണ് പരമാവധി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുറഞ്ഞ കാലം എന്താണ് അവരെ ആ സിറ്റുവേഷൻ കാണിക്കാതിരിക്കുക, പരമാവധി എന്താണ് അവോയ്ഡൻസ് ഉണ്ടായി കൊടുക്കുക ആ സിറ്റുവേഷൻ. PTSD എന്നൊക്കെ പറയുന്നത് എന്താണ്, മുമ്പങ്ങനെ ഒരു ആക്സിഡന്റ് എന്നൊക്കെ ഒരു ആക്സിഡന്റ് പെട്ട് ഈ കുട്ടി രക്ഷപ്പെട്ടു, കൂടെയുള്ള ആരെങ്കിലും ഒന്ന് മരിച്ചുപോയി. പക്ഷെ ഈ കുട്ടിയുടെ ലൈഫിന് അതിനുശേഷം എന്താ ബ്രെയിൻ ഡാമേജ് വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് പിന്നീട് ഇന്നത്തെ കാലം ആ ആക്സിഡന്റ് ഓർമ്മയുണ്ടാവും. അപ്പൊ തൽക്കാലം എന്താണ് ഈ ആക്സിഡന്റ് ഏരിയകൾ അതിനെപ്പറ്റി ഉള്ള ഒരു കാര്യങ്ങൾ കുട്ടിയെ പറഞ്ഞു പരമാവധി അങ്ങനത്തെ കാണുമ്പോൾ തന്നെ കുട്ടിയെ അവിടുന്ന് മാറ്റി ഇങ്ങനത്തെ ആളൊന്ന് മാറ്റാനുള്ള കൂടെ ഉള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എന്താണ് നമുക്ക് ഈ ഒരു തെറാപ്പി കൊണ്ട് വളരെ ഇതുമുണ്ടാവും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇങ്ങനത്തതൊന്നും നമുക്ക് കാരണങ്ങളൊന്നും ഈ ഒരു ട്രോമ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പ്രശ്നമുണ്ട് ആൾക്ക്. അപ്പോ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയാം, സൈക്കോളജിയിലെ ഇത് എവിടെയും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഏരിയയാണ് ഫാക്ടിറ്റസ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ട്. ഇത് ചിലപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത സിംറ്റംസ് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ചെയ്യുക എന്നുള്ളത്. അതായത് ഒന്നുകിൽ സ്വന്തം പ്രശ്നങ്ങൾ മറ്റൊരാളുടെ പേരിലാക്കിയിട്ട് അയാൾക്ക് ഇങ്ങനൊക്കെ പ്രശ്നങ്ങളുണ്ട്, അയാൾക്ക് വളരെയധികം ബുദ്ധിമുട്ട്, ഇങ്ങനെയാണ് ചികിത്സ തേടുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരും. അതേ സമയത്ത് എന്താണ് നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ, ചില ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളെ തന്നെ എന്താണ് ഇയാൾ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി ഇപ്പൊ ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബന്ധം മറ്റുള്ള ആളുകളെ കൊണ്ട് എന്താണ് നീ ആ ജോലി ഒന്ന് ഒഴിവാക്കിക്കോ, നിനക്ക് നല്ലൊരു ജോലി വേറെ കിട്ടും, ഇങ്ങനെ രീതിയിലുള്ള ഒരു ഫാക്ടിറ്റസ് ഡിസോർഡർ എന്നാണ് അതിന് പറയാം. പിന്നെ ഈ അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഡിസോർഡറും ഇതിൽ ആങ്സൈറ്റി ഡിസോർഡർ, അതുപോലെ സൊമാറ്റിക് ഡിസോർഡർ, ഇതൊക്കെ ഇതിൽ പെട്ടാണ്. പക്ഷെ ഈ ഒരു മാനിപ്പുലേഷനുമായിട്ട് വരുന്ന ഒരു കേസിൽ എന്താണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് കൂടി അവരെ സംസാരത്തിലോ എങ്കിലൊക്കെ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്ന രീതി, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റി സ്വന്തം കാര്യം മറ്റുള്ള ആളെ ചുമർത്തിയിട്ട് അത് എന്താണ് ഞാനൊരു കുറ്റക്കാരനല്ല എന്നുള്ള രീതിയൊക്കെ ഒരു ഹൈ സിവിയർ ആയിട്ട് കുറച്ച് ഡിപ്രഷൻ കഴിഞ്ഞ് ആ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ട്രോമ എന്തെങ്കിലും അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരു ഊഹിക്കാൻ പറ്റുന്നത്. അതുകൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്താണ്, PPT ഇല്ല. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഇതിന്റെ ഒരു അസസ്മെന്റ് ഷീറ്റുകൾ ഉണ്ട്. അപ്പൊ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പേഴ്സണൽ ആയിട്ട്, അത് കുറച്ച് PDF കൂടുതലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണുള്ളത്.
ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് പലർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. PPT മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ വിംബിൾ അക്കാദമി ഫൈസൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, അല്ല എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ആ ഷീറ്റ് വെച്ചിട്ടാണ് എന്താണ് നമ്മൾ ഈ ഒരു ട്രോമ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വർക്ക് ഷീറ്റുകൾ ഉണ്ട് അവർക്ക് കൊടുക്കാൻ, വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നു, അവരെത്രത്തോളം ചെയ്യുന്നുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഒക്കെ നമ്മൾ ആ ഷീറ്റിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് മാത്രം എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഒരു തെറാപ്പി മോഡലിലേക്ക് നമ്മൾ പോകും. പിന്നെ ഈ തെറാപ്പി ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് പല രീതിയിലും അവർക്ക് എത്തക്ക രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒന്നാമത്തെ അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെന്റ് പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ട്രീറ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെ പ്രധാനമായിട്ടും അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അത് കൊടുക്കണം. പിന്നെ ഈ ഒരു ഇന്ററാക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത് ആ ട്രോമനെ പറ്റി അത്യാവശ്യം അവർക്ക് ലൈഫിൽ സംഭവിച്ച ട്രോമ നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രോമയായിട്ട് ഒരു ബന്ധപ്പെട്ട ഒരു 40 അരമണിക്കൂർ 30-35 മിനിറ്റ് 40 വരെ പോവാം. ആ ട്രോമയായിട്ട് അവരോട് സംസാരിച്ച് അതിൽ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം ആദ്യത്തെ സെഷനിൽ. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് തന്നെയാണ് മൂന്നാമത്തെ ഒരു കാര്യം. അങ്ങനെ ഈ ആദ്യത്തെ ഒരു സെഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെഷൻ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അവരോട് കഴിഞ്ഞ സെഷനെ പറ്റി, സൈക്കോ എഡ്യൂക്കേഷനെ പറ്റി, അന്ന് നമ്മൾ പറഞ്ഞ സൈക്കോ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി, എന്തൊക്കെ കാര്യങ്ങളാണ് റിവ്യൂ വേണം. റിവ്യൂ ആണ് കാര്യമായിട്ട് വേണ്ടത്. മുമ്പ് കഴിഞ്ഞ കാര്യത്തെ പറ്റി അവരോട് ചോദിക്കുക. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്തു, അതിലെന്താണ് ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് രണ്ടാമത്തെ സെഷനിൽ. പിന്നെ പ്രധാനമായിട്ടും ഒരു രണ്ടാമത്തെ സെഷനിൽ വേണമെങ്കിൽ കോമൺ ആയിട്ടുള്ള എന്താണ് കുറച്ച് ട്രോമാസിനെ പറ്റി നമ്മളൊന്ന് ഷെയർ ചെയ്യുക അവരുമായിട്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതേപോലത്തെ മറ്റുള്ള ട്രോമകളുണ്ട്, ഇതൊക്കെ പറ്റി നിങ്ങൾ കേട്ടാൽ എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വേറൊരാളും ഇതേപോലെ അനുഭവിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റും, ഏതൊക്കെ അവയർനെസ് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഈ 2 സെഷൻ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ സെഷനിൽ കഴിഞ്ഞാലാണ് ഇമാജിനൽ ട്രോമ. അവർ മൂന്നാമത്തെ സെഷനിൽ നമ്മൾ കഴിഞ്ഞ 2 സെഷനെ പറ്റി റിവ്യൂ അവരോട് ചോദിക്കുന്നു. ബ്രീത്തിങ് എക്സസൈസ് എത്ര തവണ എടുത്തു എന്ന് ചോദിക്കുന്നു. മൂന്നാമത്തെ ഒരു സെഷൻ ഓപ്പൺ ആണ്. എന്താണ് ഈ ഇമാജിൻ ട്രോമ, അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ട്രോമ ഇമാജിൻ ചെയ്യാൻ പറയും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഈ മൂന്നാമത്തെ സെഷനിലാണ് ഇത് ചോദിക്കുന്നത്. ആ ചോദിച്ചതിന് ശേഷം എന്താണ് അവരോട് അതിനോട് ഒരു പിന്നെ എക്സ്പ്ലനേഷൻ തരാൻ പറയും. ആ ട്രോമയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ നാലാമത്തെ ഒരു ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരുപാട് സെഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ വർക്ക് ഷീറ്റും കാര്യങ്ങളാണ്. കാരണം ഇതിൽ ഫൈനൽ സെഷനിൽ വരുന്ന സമയത്ത് എന്താണ് ഈ കഴിഞ്ഞിട്ടുള്ള എല്ലാ സെഷനെ പറ്റിയും നമ്മൾ എന്താണ് അവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിപ്പിക്കുക. കുറച്ച് സമയം എടുത്തിട്ട് ഒരു നോട്ട് ബുക്ക് ഒക്കെ എടുത്ത് പേപ്പർ കൊടുത്തിട്ട് അവരെ കഴിഞ്ഞിട്ട് ആ നോട്ട് ബുക്കിൽ എഴുതി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് അറിവ് കിട്ടിയിട്ടുള്ളത്, ഈ ട്രോമനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം. കുറച്ച് അവർക്കായി സ്പേസ് അവർക്ക് കൊടുത്തിട്ട് ക്ലിനിക്കിൽ സ്പേസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം എന്താണ് എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ എന്താണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഒരു 10 മിനിറ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസ് അവരെ കൊണ്ട് ഈ പേപ്പർ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, അതിന് മുമ്പ് ചെയ്യരുത്. കാരണം എന്താണ് ഇവർ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞു, ലൈഫിൽ കിട്ടാവുന്ന അറിവും അതുപോലത്തെ തന്റെ ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ അവരെന്താണ് പുറത്തു കഴിഞ്ഞു. അതിനുശേഷം ഒരു റിലാക്സേഷൻ അതിനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെന്താണ് കുറച്ചു കാലം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പല ആക്ടിവിറ്റീസുകൾ, ആളുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാവുന്ന ഫ്രണ്ട് സർക്കിൾ നമ്മൾ കൂട്ടി കൊടുക്കുക. പിന്നെ എന്താണ് അയാൾക്ക് കുട്ടിക്ക് വേണ്ട പഠനത്തിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, പ്ലേ തെറാപ്പി, അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ടിംഗ് തെറാപ്പി, അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ഇതുമായിട്ടൊക്കെ നമുക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഫോക്കസ് ചെയ്ത് അവരുടെ ലൈഫിലേക്ക് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് തന്നെ ഒരു തെറാപ്പിസ്റ്റ് നിലയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു കൂടുതൽ സപ്പോർട്ടിംഗ് പാനലായിട്ട് മാത്രമാണ് ആര് വേണ്ടത്, ഫാമിലി വേണ്ടത്. കാരണം നമുക്ക് ഈ ക്ലയന്റുമായിട്ട് മറ്റുള്ള തെറാപ്പി ചിലപ്പോൾ അപേക്ഷിച്ച് ചിലപ്പോൾ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ. അപ്പോ അതിലൊക്കെ പക്ഷെ ഇതിൽ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ് എങ്കിൽ പോലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്ലയന്റ് ആണ്. ക്ലയന്റുമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സമയത്ത് അവർ കുറച്ച് സൈലന്റ് ഒക്കെ ആവുന്ന സമയമാണെങ്കിൽ നമുക്ക് അവരെ നിശബ്ദമായിട്ട് അവർക്ക് ഇരിക്കാനുള്ള സ്പേസ് കൊടുക്കുക. എന്നിട്ട് ആ സ്പേസ് കൊടുത്തതിന് ശേഷം വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിപ്പിക്കുക. കാരണം നമ്മൾ ചോദ്യം ചോദിച്ചത് ബുദ്ധിമുട്ടായതെന്നുള്ള രീതിയിലായിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ചോദ്യം അവിടെ നിർത്താൻ പാടില്ല. ആ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാം. കാരണം അവർക്ക് അവിടെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ഓക്കെ, ഇതാണ് ഒരു TF എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർത്തതാണ്.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഓവറോൾ, അതായത് ട്രോമ ഫോക്കസ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് ചോദിക്കാം. സാർ ഒന്ന് ചോദിച്ചോട്ടെ. യെസ്, പറഞ്ഞോളൂ. സാറേ, ഇത് പിന്നെ നമുക്ക് അവർക്ക് എന്തെങ്കിലും അബ്യൂസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞില്ലേ? അതായത് അധികൃതർ അപ്പം അത് അവര് പാരന്റ്സ് സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ? കാരണം അവരെ സമ്മതിക്കാൻ കുട്ടിയും കൂടി ഇൻവോൾവ് ആവുന്നു. അതെ, അതിപ്പോ നമുക്ക് അത്രയ്ക്ക് നമ്മളെ എത്തിക്സ് പ്രകാരം നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് പോലീസിനെ അറിയാം. ഇനിയിപ്പോ ഫാമിലിന്റെ ഒക്കെ ഒരു വലിയൊരു പ്രശ്നം വരികയാണെങ്കിൽ, കുട്ടിയുടെ ട്രോമ വരികയാണെങ്കിൽ, നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സ്പോഷർ തെറാപ്പി കുട്ടിക്ക് കൊടുക്കാം. നിങ്ങളെ ആ കുട്ടിയോട് നമുക്ക് ചോദിക്കാം, നിങ്ങളെ മുമ്പിൽ ആ കുട്ടീനെ മുമ്പിൽ നേരെ കൊണ്ടുവരികയാണ് അയാളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ കുട്ടീനോട് പറയാ, നിനക്ക് അടിക്കണോ കുത്തണോ എന്ത് വേണേ ചെയ്യാം, ഒന്നും അയാൾ ചെയ്യില്ല. കാരണം പ്രതികാരം വീട്ടുക. കുട്ടികളാണെങ്കിൽ പ്രതികാരം തീർക്കുക. അയാളോട് പറഞ്ഞ് മനസ്സിലാക്കണം, അയാൾ ഇങ്ങനെ സംഭവിച്ചു, അയാൾക്ക് തെറ്റ് ഏകദേശം പറ്റി മനസ്സിലാകും. കാരണം കുട്ടിക്ക് വേണ്ടി അയാൾ നിന്ന് കൊടുക്കണം. എത്ര തല്ലുകയാണെങ്കിലും കാരണം ഇതൊരു എക്സ്പോഷർ തെറാപ്പിയാണ്. നമ്മൾ CBTയിലും അതായത് ബെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കൊടുക്കുന്ന ഒരു തെറാപ്പി മെത്തേഡാണ്. ക്ലയന്റിനെ കൊണ്ട് ഫാമിലി വില്ലിംഗ് അല്ല, ഈ ഒരു കാരണം ഗവൺമെന്റിൽ പോലീസിനൊക്കെ അറിയിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്താണ്, കുട്ടികളാണെങ്കിൽ എന്താണ്, ഇനി മുതിർന്നവരാണെങ്കിൽ അവരെ മനസ്സിലെ ദേഷ്യം തീരുന്നവരെ ഒന്നുകിലും അയാളെ ഉപദ്രവിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി നോക്കുക. അത് കൂടെ ആളുകൾ വേണം. ചിലപ്പോൾ കുട്ടികളൊക്കെയാണ് ഒന്നോ രണ്ടോ തല്ല് കേൾക്കുമ്പോൾ അതോടെ തീരും. പിന്നെ ദേഷ്യം, പിന്നെ എന്താണ്, അവരെ മുമ്പ് തന്നെ ക്ലയന്റിനെയും കുട്ടിനെയും ഒക്കെ അയാളെ വെച്ചിട്ട് ആരാണ് ഉപദ്രവിച്ചത് അവരെയും വെച്ചിട്ട് എന്താണ് നമ്മൾ പറയാ, ഇയാള് നിന്റെ തെറ്റല്ല സംഭവിച്ചത്, ഇയാൾ നിന്നെ മനഃപൂർവ്വം ഉപദ്രവിച്ചതാണ്, ഇനി അത് അവിടെ ഉണ്ടാവില്ല. ഒരു സേഫ് സോൺ അവിടെ ഉണ്ടാക്കി കൊടുക്കുക. അത് മാത്രം നമുക്ക് അല്ലാണ്ട് ചെയ്യാൻ പറ്റും. സാർ ഒരു കാര്യം ചോദിക്കട്ടെ? യെസ്, സാർ പറഞ്ഞോളൂ. സാർ ഇപ്പം ചില കേസസിൽ, ഇപ്പൊ ഇങ്ങനത്തെ കേസസിൽ നമ്മളോട് അവർ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ചില കേസിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ലേറ്റർ ഓൺ പിന്നെ അതൊരു കേസോ കാര്യങ്ങളോ ആവുന്ന വരുന്ന സമയത്ത് ഇന്ന കൗൺസിലർ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന സ്കൂൾ കൗൺസിലിംഗിലാണെങ്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറയുന്ന സമയത്ത് അത് പിന്നെ കൗൺസിലർക്ക് ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ പിന്നെ ടേൺ ഔട്ട് ചെയ്ത് വരാനുള്ള ചാൻസ് ഇല്ലേ? അതിനാണ് നമ്മൾ പറഞ്ഞില്ലേ, കേസ് അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിയമമുണ്ട്. അത് ആരാണെങ്കിലും അതെ, നിയമം തന്നെയാണ്. പക്ഷെ ഇവരിപ്പോ നിങ്ങളിപ്പോ ചോദിച്ചതുപോലെ നമുക്ക് സേഫ്റ്റി സോണിൽ വേണമെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ ഫാമിലിയൊക്കെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് അവർക്ക് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതിൽ അവരോട് പേപ്പർ എഴുതി വാങ്ങുക, നിങ്ങളെ സമ്മതപ്രകാരമാണ് ഞാൻ ഇതിന് നിങ്ങളെ കൂടെ നിന്നിട്ട് കൗൺസിലർ നമുക്ക് വാങ്ങാം സേഫ്റ്റി സോൺ. നമുക്ക് പിന്നെ ഒരു പ്രശ്നം വരുന്നത് കാണിച്ചു കൊടുക്കാം, ഇവർ സൈൻ ചെയ്ത പേപ്പർ തന്നിട്ടുണ്ട് എങ്കിൽ പോയി ഞാൻ അന്ന് നിർബന്ധമായിട്ട് പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ കൗൺസിലർ ആണെങ്കിൽ നമുക്ക് എന്താണ്, ഇതുമായിട്ട് ഇവർ പോയതിനു ശേഷം വന്ന് ജസ്റ്റ് ഒരു സൂചന നമ്മൾ അറിവിലുള്ള ഏതെങ്കിലും പോലീസോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജസ്റ്റ് ഒരു മെയിൽ അയക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതും ചെയ്യാം. ഇതെങ്ങനെ നമ്മൾ A4 ഷീറ്റിലാണോ അവരോട് എഴുതി വാങ്ങിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അതിന്റെ ക്ലിനിക്കിലാണെങ്കിൽ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും. സർ ഒന്ന് ഇടപെട്ടോട്ടെ. പറഞ്ഞു. സർ, നമ്മൾക്ക് അങ്ങനെ സൊസൈറ്റിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. കാരണം അത് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കൗൺസിലിംഗിൽ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ കൗൺസിലർക്കെതിരെ ആക്ഷൻ എടുക്കും പോലീസ്. അത് ആക്ഷൻ എടുക്കും. അത് ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ഇവരെന്താണ്, ഈ പ്രശ്നക്കാർ നമ്മളെ മൊത്തം, നമുക്ക് ചിലപ്പോൾ പരമാവധി വേണമെങ്കിൽ ആ കേസ് അവിടെ ഒഴിവാക്കാം, ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളത്. ഈ പറഞ്ഞ എന്താണ്, ഞാനൊരു കൗൺസിലർ ആയിരിക്കുകയാണ്, എന്റെ ഫാമിലിയാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ആ ഒരു മെന്റാലിറ്റി എനിക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ നാട്ടുകാരറിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളത്, അത് ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ റൂൾസ് തന്നെയാണ്, നമ്മൾ തെറ്റിക്കാനൊന്നും പോകില്ല. കുട്ടിക്ക് ഒരു അബ്യൂസ് നടന്നാൽ ഡയറക്റ്റ് പോലീസിനെ അറിയിക്കുക എന്നുള്ളത് തന്നെ ഞാനും പറയുന്നത്, അത് മാറ്റമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ബിഹൈൻഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം നാട്ടുകാരറിയ പ്രശ്നങ്ങളൊക്കെ ഫാമിലി മൊത്തം പറയാണ്, കുട്ടി അടക്കം, കുട്ടിന്റെ ഫാമിലി, അയാൾ ചെയ്ത അയാളടക്കം. അപ്പൊ എന്താണ്, നമ്മുടെ സേഫ്റ്റി പ്രകാരം ഇങ്ങനെ എന്തായാലും പോലീസിനെ ഒന്ന് അറിയിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഇവര് പോയതിനു ശേഷം എന്താണ് നമുക്ക് അറിയിക്കാം, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. അത് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതല്ല. അപ്പൊ പറഞ്ഞോളൂ. അതുപോലെ സ്ട്രേഞ്ചേഴ്സിന് സംഭവിച്ചെങ്കിൽ പിന്നെ അവർക്ക് ആ ഫേസ് മാത്രമൊക്കെ അല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ആളെ കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമായിരിക്കുമല്ലോ.
അതെ. സ്ട്രേഞ്ചർ എന്നപ്പോ ഏത് യാത്രയിലും ആ ട്രെയിനിൽ വെച്ചിട്ടും ആ ഫ്ലൈറ്റ് യാത്ര ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉം. അതൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ടെന്താണ് അങ്ങനത്തെ ഒരു ഏരിയ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് പരമാവധി ആ ഏരിയ എന്താണ് ബുദ്ധിമുട്ടുള്ളത് നമുക്ക് നോക്കുക. എന്നിട്ട് എന്താണ് കുറച്ചു കാലത്തേക്ക് അതിൽ നിന്ന് എന്താണ് ഒഴിവാക്കുക. കാരണം എല്ലാ സ്ഥലവും ഒരേപോലെ അല്ല. അതായത് കോഗ്നിറ്റീവ് എന്താണ് റീസ്ട്രക്ചറിങ് ആണ് അവിടെ നിന്നൊക്കെ. അവരുടെ നിലവിലുള്ള ചിന്താഗതി ഒന്ന് മാറ്റിയെടുക്കുക മാത്രം ചെയ്താൽ മതി അവിടെ. കാരണം എന്നോ ഒരു സംഭവിച്ചു പോയ ലൈഫിൽ ഒരു പ്രശ്നമായിരിക്കും അത് അവർക്ക്. അപ്പൊ അത് ഇപ്പോഴും തുറന്നിട്ടുണ്ടെങ്കിൽ അവരെ ചിന്താഗതി മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ആ സ്ട്രേഞ്ചേഴ്സിനെ കണ്ടുപിടിക്കാനാവൂല. അപ്പൊ നിലവിൽ ആ ചിന്താഗതികൾ എന്നാ മാറ്റി മറ്റൊരു നല്ല രീതിയിൽ മാറ്റി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അതിപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ തുറന്ന് പറയുന്നതാണെങ്കിൽ അത്രത്തോളം എഫക്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാൻ പറ്റുമോ? പറ്റും. ഇതാണ് പറയുന്നത് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് CBT യിലുള്ളത്. കാരണം അവർക്കൊന്ന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, അവരെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ നമ്മൾ ആദ്യം തിരിച്ചറിയുക. ആ ട്രിഗർ എന്താണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, മനസ്സിലുള്ള ചിന്താഗതി എന്താണെന്ന്. ആ ചിന്താഗതി നമ്മൾ എന്താണ് ഒന്നുകിൽ ജേണൽ എഴുതുന്നതിലൂടെയോ അല്ലെങ്കിൽ ഓപ്പണായി സംസാരിക്കുന്നതിലോ മനസ്സിലാക്കി എന്താണ് അവരോട് സംസാരിച്ചിട്ട് ഇത് നിങ്ങളെ ലൈഫിലോ അന്ന് എന്താണ് അത് നിങ്ങളെ തെറ്റല്ല, അന്ന് സംഭവിച്ചു പോയതാണ്, അതിൽ നിങ്ങൾ തെറ്റുമല്ല, തെറ്റുകാരനല്ല എന്നുള്ള രീതിയിൽ നമ്മളൊരു ഉപദേശം കൊടുക്കലല്ല, ഒരു അഡ്വൈസ് അല്ല. പക്ഷെ എന്താണ് നമ്മളൊരു എന്താണ് സ്കില്ല്, ഇതിലെ ഞാൻ പറയുന്ന സ്കില്ല് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അവരിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഈ പറഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷം അറിയുന്ന ഒരു കേസ് ആണെങ്കിൽ അവർക്ക് എന്താണ് ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അയാൾ ചോദിക്കാം, നമ്മൾ സോക്രാറ്റിക് ക്വസ്റ്റ്യനിൽ പോലെ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ ആ ചിന്ത അലട്ടുന്നുണ്ടല്ലോ, ആ ചിന്ത നിങ്ങളെ ബാധിക്കുന്നുണ്ടല്ലോ, എങ്കിലും ഇപ്പൊ എന്താണ് നമുക്ക് തൽക്കാലം ആ ചിന്ത മതി, നിങ്ങളെ നേട്ടത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന അവരെ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുക. എന്നിട്ട് അതിലേക്ക് ഒന്നുകൂടി എന്താണ് ഇമ്പ്രൂവ്മെന്റ്, ഇതൊക്കെ ചെയ്താൽ പോരെ, പ്രൊമോഷന് വേണ്ടി എന്തൊക്കെ ചെയ്യാം, അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ചെയ്തു കൊടുത്താൽ മതിയാവും. അപ്പൊ എന്താണ് നിലവിലുള്ള അവരെ ആ ഒരു കുറെ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ട്രോമ ജസ്റ്റ് ഒന്ന് മാറാനുള്ള ഒരു സമയം എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഈ ബ്രീത്തിങ് എക്സസൈസ് സാധാരണ കേസ് സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ബ്രീത്തിങ്, മൈൻഡ്ഫുൾനെസ് എക്സസൈസ്, റിലാക്സേഷൻ മെത്തേഡ് ഒക്കെ നല്ലോണം ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ അല്ലേ? സർ ഇപ്പോ ഒരാളുടെ ഡെത്ത് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാള് ലൈഫിൽ നിന്ന് പോയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രോമ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് നമ്മൾ എങ്ങനെയാ അത് ചെയ്തു കൊടുക്കണ്ടേ? അത് റിയലൈസ് ചെയ്ത് കൊടുക്കുക. ഒരാൾ എന്താണ് അതിന്റെ സൈക്കോ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഒരാൾ ജനിച്ചാൽ മരിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം ഇത് ലോകത്തിൽ ഒരാൾ മാത്രമല്ല മരിച്ചത്, നിങ്ങൾക്ക് ഒരുപാട് ജീവിക്കാനുണ്ട്. അല്ല അയാൾ മരിച്ചു പോയ അയാളെ ജീവിച്ചിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ അവരോട് പറയുക. എന്നിട്ട് അയാളെ ഓർമ്മകൾ സൂക്ഷിക്കാൻ പറയുക. എന്നിട്ട് എന്താണ് അവർക്ക് വേണ്ടി അയാൾ ചെയ്ത പോലെ ജീവിക്കാൻ നമ്മൾ അവരെയും പഠിപ്പിക്കുക. എന്നുവെച്ചപ്പോ മോശമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇയാൾ ലൈഫിൽ തോട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് മരിച്ചു പോയ അയാൾ എന്താണ് നല്ല കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞിട്ട് അവരുടെ ലൈഫിലേക്ക് പുതിയൊരു എന്താണ് ഈ നല്ല ഓർമ്മകളൊക്കെ നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം. അയാൾ നിങ്ങളെ നല്ല നോക്കിയിരുന്നു, നിങ്ങളെ സ്നേഹിച്ചിരുന്നു. അപ്പൊ എന്താണ് ആ സ്നേഹം എന്നും നിലനിൽക്കണമെന്നാണ്. നിങ്ങൾ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടോ നിങ്ങളെ ഓർമ്മയായിട്ട് നിന്നാൽ പോരാ. നിങ്ങൾ എന്താണ് അയാൾ ജീവിച്ചതുപോലെ നിങ്ങളും ഈ ലോകത്തിന് അല്ല കുടുംബത്തിന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതെന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക അവരുമായിട്ട്. എന്താണ് നമ്മൾ നോർമലായി സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ട്രോമ ഫോക്കസ്. കാരണം ഒരുപാട് പിന്നെ ഫോക്കസ് ചെയ്യാന്ന് പറയാറില്ല ഇതില്. അപ്പൊ എന്താണ് അവരെ പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക, അവരെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യം നോക്കുക. ഇപ്പൊ നിലവിൽ അവർക്ക് എന്ത് ട്രോമ ആണ്, ഈ മരണവുമായിട്ട് ബന്ധം, അത് മാത്രം അയാളുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രം പറയാം. അല്ലാണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾക്ക് പോവാതെ ഏതിലാണ് പ്രശ്നമുള്ളത് അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അയാൾ അതിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കേസില് തെറാപ്പി ഒരു തെറാപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ? അതെ, സൈക്കോ എഡ്യൂക്കേഷനും മൈൻഡ്ഫുൾനെസ്സും അത് മാത്രം കൊടുത്താൽ മതി, വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട. പിന്നെന്താണ് അയാൾ ഇത് കാരണം എന്തെങ്കിലും ഈ ഡിപ്രഷൻ, മൂഡ് ഔട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഡിപ്രഷനുള്ള ആളുകൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കാറുണ്ട്, ഏതൊക്കെ പല ഗെയിംസുകൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യാൻ പറയുക, എന്നത് ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി അതൊക്കെ നമുക്ക് അവരെ എന്താണ് നിലവിലൊന്ന് എൻഗേജ്ഡ് ആക്കാൻ പറ്റും. തെറാപ്പിയിൽ അവിടെ ഒതുങ്ങുന്നില്ല. ഇത് നോർമലായിട്ട് പിന്നെ ഇയാൾ ഈ ടെൻഷൻ മാത്രമുള്ള ഒരാളാണ്, അപ്പൊ എങ്കിൽ പ്രശ്നമില്ല. അതേ സമയത്ത് ഈ ടെൻഷൻ കാരണം ഒരു പണിക്കും പോകുന്നില്ല, വീട്ടിൽ കുത്തിരിപ്പാണെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ എന്താണ് മറ്റുള്ള നമ്മളെ തെറാപ്പികൾ കൊടുക്കേണ്ടി വരും, എന്തൊക്കെ ആക്ടിവിറ്റി അയാൾക്കൊന്ന് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട്.
ആളുകളുമായിട്ട് കൂടുതൽ സംസാരിക്കാനുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. അതായത് ഫ്രണ്ട് സർക്കിൾ കൂട്ടാം, അല്ലെ പിന്നെ എന്താണ് ഇങ്ങനെ ഇതുപോലെ തന്നെ ഗ്യാതറിംഗ് നടത്തി കൊടുക്കാം അയാൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറ്റും. ഓക്കെ അല്ലേ? അതെ, ഇത് അഡൽട്ടിന് പറ്റും. പിന്നെ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ എന്താണ് നിങ്ങൾ പറഞ്ഞ തന്നെ അതിന്റെ സൊല്യൂഷനും ഉണ്ട്. പരമാവധി അവർക്ക് എന്താണ് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കി കൊടുക്കുക, സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക, പിന്നെന്താണ് ഓവറോൾ ഏതൊക്കെ രീതിയിൽ ചിലപ്പോ ഈ 16-17 വയസ്സുള്ള കുട്ടികൾക്ക് എന്താ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും ഏറ്റവും പ്രശ്നങ്ങൾ ഈ ഒരു ട്രോമ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് അവർക്ക് ആ ഡിസിഷൻ പ്രോബ്ലം സോൾവിങ് കാര്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഏതൊരു സിറ്റുവേഷൻ വന്നാൽ ഇങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് എന്താണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് ഈ പ്രത്യേകിച്ചും അഡൽട്ടിലാണ് വരിക. കാരണം ഒരു പ്രത്യേകിച്ച് അവരൊരു ലവ് അഫെയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു തീരുമാനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് പോവാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അതൊക്കെ എന്താണ് അവർക്ക് നമുക്ക് ഈ ഒരു ഇതിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ. താങ്ക് യു. അതുപോലെ ഒരു പിന്നെ പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം പിന്നെ മാതാവും പിതാവൊക്കെ നഷ്ടപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടാവല്ലോ. ആ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോഴും ആ ഒരു ട്രോമ സ്റ്റേജ് എത്രയായാലും മൈൻഡിൽ ഉണ്ടാവല്ലോ. ആ കുട്ടികൾക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോ അതിൽ സൈക്കോ എഡ്യൂക്കേഷൻ എന്താണ് പ്രകൃതി ദുരന്തത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക. കാരണം ഇവിടെ ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് അതിൽ നീ മാത്രമല്ല പെട്ടുപോയിട്ടുള്ളത്, ബാക്കിയുള്ള ആളുകളെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് ഒരു സൈക്കോഷൻ കൊടുക്കുക. പ്രകൃതി ദുരന്തവുമായിട്ട് ഇത് ഒരാൾക്ക് മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്, മറ്റുള്ള ആളുകൾക്ക് കുറേ ബാധിച്ചിട്ടുണ്ട്. അവരും ഇവരെ സന്തോഷത്തോടെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. മെന്റലി അവരെ ഒന്ന് എന്താണ് അറ്റ്ലീസ്റ്റ് ഈ കലാമിറ്റി ഒക്കെ വരുന്ന ആളുകൾ എന്താണ് ഒന്ന് അവരെ നമ്മൾ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ ഒന്ന് അവരൊന്ന് ഓപ്പൺ ആയി പൊട്ടിക്കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും ഈ കലാമിറ്റി. കാരണം ഒരു എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സൈക്കോ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് ഒക്കെ പറഞ്ഞു പോയാൽ പറ്റൂല. കാരണം എന്താണ് അവരെ തോളോട്ട് ചേർത്ത് നിന്നിട്ട് അവർക്ക് പറയാനുള്ളത് അവർ കരഞ്ഞു തീർക്കാനോ കരഞ്ഞു തീർക്കട്ടെ. ആ ഒരു എന്താണ് അവർക്ക് അതാണ് വേണ്ടത് ആ സ്പോട്ടിൽ. അത് കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് എന്താണ് എക്സ്പ്രസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് നമുക്ക് നമ്മളതായ ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയാണ് ഒരു കലാമിറ്റി ഉണ്ടായി, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഒന്നും പേടിക്കേണ്ട, കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്നുള്ള രീതിയിൽ ഏതൊരു സാഹചര്യത്തിൽ കൂടെ നിൽക്കും എന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഏകദേശം കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനോ? ഒരു കേസില് ഒരു 32 വയസ്സുള്ള യുവതി. അപ്പൊ ഇവരുടെ അമ്മായിമ്മയുടെ പീഡനം ഇവര് സഹിച്ച് ആ ഒരു ട്രോമ ഇപ്പൊ അവര് വീടൊക്കെ മാറി. പക്ഷെ ഇവര് ഈ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴോ ഇവരുടെ പേര് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും ഈ സ്ത്രീ ആകെ തളർന്നു പോവാ, അവര് വീഴാൻ പോവാ, ഇവര് പെട്ടെന്ന് ഇവർക്ക് വയ്യാണ്ടായി പോവും. അപ്പൊ ആ കേസിലൊക്കെ എങ്ങനെയാ? പരമാവധി അങ്ങനത്തെ സിറ്റുവേഷൻ, കാരണം അത് എവിഡൻസ് ബേസ് ആണ് നോക്കുക. സത്യത്തിൽ അങ്ങനെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതാണെന്ന് നോക്കുക. അമ്മായിമ്മ വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് എന്താ തൽക്കാലം എന്താണ് കുറഞ്ഞ കാലം ആ സിറ്റുവേഷനിൽ പോവാതിരിക്കുക, പറഞ്ഞേക്കാതെ. അതാണ് പറയുന്നത് അവോയ്ഡൻസ് എന്നുള്ളത്. പല സിറ്റുവേഷൻ നമ്മൾ പല തെറാപ്പിയിൽ നമുക്ക് അവോയ്ഡൻസ് നമ്മൾ ഫോക്കസ് ചെയ്യും, അവോയ്ഡൻസ് പാടില്ല എന്നുള്ളത്. പക്ഷെ TFൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ കേസുകൾ പരമാവധി അവരെ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ സിറ്റുവേഷൻ അവരെ മെന്റലി അവർ ഓക്കെയാണ്. ഈ പറഞ്ഞ ഫിസിക്കലി ആയിട്ടുള്ള തലകറക്കം ചുറ്റും അവർ ചിന്തിക്കുമ്പോൾ തന്നെ അമ്മായിയമ്മ എന്ന പേര് കേൾക്കുമ്പോൾ തലകറങ്ങുന്ന ഒരാളാണെങ്കിൽ കുറച്ചു കാലം അവരുമായിട്ട് കണക്ഷൻ വിട്ടു നിൽക്കുക. ചിലപ്പോൾ ഒരു ഫാമിലി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും എന്താണ് ഇവർ റിയലൈസ് ചെയ്യണം, ഈ ഒരു കുടുംബ ബന്ധവുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ എനിക്ക് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, എനിക്ക് ഈ ഫാമിലി മൊത്തം എൻ്റെ കൂടെ വേണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതർവൈസ് എന്താണ് നമ്മൾ ഈ അമ്മായിയമ്മയുടെ പേര് പറയുമ്പോൾ തന്നെ ഇവർക്ക് പ്രശ്നങ്ങളാവും. കാരണം എന്താണ് നമ്മൾ അവിടെ സൊല്യൂഷൻ അല്ല ഉണ്ടാക്കാൻ കൊടുക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് കൊടുക്കുന്നത്. അതായത് ഈ കുട്ടിക്ക് ഒരു പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ എന്താണ് തൽക്കാലം ആ വീട്ടിലേക്ക് വരണ്ട, കുറച്ചു കാലം മാറി നിൽക്കാൻ പറയാം. എന്താണ് അമ്മായിയമ്മനോട് ഇങ്ങോട്ട് വരാണ്ടോ പറയാം. ഇപ്പൊ മകന് കാണാൻ അങ്ങോട്ട് പോയി കണ്ടോളുക എന്ന് പറയാം. ഇങ്ങനെ ഒരു പ്രശ്നം ഇവർക്ക് ഉള്ളത് കൊണ്ടാണ്, ഇവർക്ക് മെന്റലി പ്രശ്നം ഉള്ളതാണ്,
അല്ലാണ്ട് ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് അമ്മായിമാരോട് നമ്മൾ പറയണം. കാരണം ഒരു വൈരാഗ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല, ഇവരുമായി ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇങ്ങനെ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്, അത് തൽക്കാലം നിങ്ങളൊന്ന് മനസ്സിലാക്കി കുറച്ച് നിങ്ങളൊന്ന് മാറി നിൽക്കുക, അവർ നോക്കി അതിന് ശേഷം അവള് തന്നെ നിങ്ങളെ വന്ന് കണ്ടോളൂ എന്നുള്ള രീതി നമുക്കുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ, ഫൈസൽ സാർ ഉണ്ടോ അവിടെ? സാറേ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ? ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഇത് കഴിഞ്ഞ് എനിക്ക് കഴിഞ്ഞിട്ട് ഒരു സെഷൻ കൂടി ഉണ്ട് വേറെ. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. നമ്മുടെ ട്രോമ ഫോക്കസ്ഡ് തെറാപ്പി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം നമ്മൾ 1 മണിക്കൂർ സാർ ഇവിടെ സംസാരിച്ചു. അതിൻ്റെ PPT വെച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി കാര്യങ്ങളോട് സംസാരിച്ചു. അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞ രൂപത്തിൽ തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾ മുന്നോട്ട് വരിക. അതേപോലെ തന്നെ ഞാൻ ഇവിടെ ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആവാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് വെള്ളിയാഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇന്നത്തെ നമ്മുടെ സെഷൻ ലീഡ് ചെയ്ത നിസാവ് സാറിന് പ്രത്യേക സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു ഓൾ.